ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് അറിയാവോ? ഭഗവത്ഗീത പഠിക്കുന്നതിനെ പറ്റി ഭഗവാൻ ഭഗവത്ഗീതയിൽ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 8ാം ക്ലാസ്സിൽ വെച്ചിട്ട് ബയോളജി ടീച്ചർ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, ഓരോ ജീവജാലങ്ങളുടെയും ക്ലാസിഫിക്കേഷൻ. സാറ് പറഞ്ഞു മനുഷ്യരൊക്കെ ഹോമോസേപ്പിയൻസ് ആണെന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റലിജന്റ് ക്ലാസ്. എനിക്ക് വളരെ സന്തോഷമായി. ഇന്റലിജന്റ് ആണ് ഞാൻ എന്നുള്ള ഒരിത് വന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഇന്റലിജന്റ് ആരാണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ ഭഗവത്ഗീതയിലെ ഭഗവാൻ പറയുന്നത് വായിക്കണം. ഓക്കെ, 18ാം അധ്യായത്തിൽ 70ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, അധ്യേഷ്യതേ യച ഇമം ധർമ്മ്യം സംവാദമാവയോഹോ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാമതി മേ മതിഹി. ഓക്കെ, നമ്മൾ തമ്മിൽ നടത്തുന്ന പാവനമായ ഈ സംഭാഷണം പഠിച്ചറിയുന്നവർ ബുദ്ധി കൊണ്ട് എന്നെ ആരാധിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഓക്കെ, ഭഗവത്ഗീത പഠിക്കുന്നത് ഭഗവാനെ ആരാധിക്കുന്നതാണ്. എങ്ങനെ? ബുദ്ധി കൊണ്ട്. കാര്യം ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ഭഗവത്ഗീത പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് ഭഗവാന്റെ സന്തോഷത്തിനായിട്ട്, ശ്രീകൃഷ്ണ പ്രീത്യർത്ഥം. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ശ്ലോകം പഠിക്കാൻ പോകുന്നത് എന്തിനാണ്? ശ്രീകൃഷ്ണ പ്രീത്യർത്ഥം. ഓക്കെ, നമ്മള് 16ാമത്തെ അധ്യായത്തിൽ 9ാമത്തെ ശ്ലോകമാണ് പറഞ്ഞിരിക്കുന്നത്. വായിക്കാം. ഏതാം ദൃഷ്ടിമവഷ്ടഭ്യ നഷ്ടാത്മനോൽപബുദ്ധയഃ പ്രഭവന്ത്യുഗ്രകർമാണഃ ക്ഷയായ ജഗതോ ഹിതാഃ. ഏതാം ദൃഷ്ടിമവഷ്ടഭ്യ ഏതാം ദൃഷ്ടിമവഷ്ടഭ്യ ഏതാം ദൃഷ്ടിമവഷ്ടഭ്യ നഷ്ടാത്മാനോൽപബുദ്ധയഃ നഷ്ടാത്മാനോൽപബുദ്ധയഃ പ്രഭവന്ത്യുഗ്രകർമാണഃ 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 ക്ഷയായ ജഗതോ ഹിതാഃ ക്ഷയായ ജഗതോ ഹിതാഃ ക്ഷയായ ജഗതോ ഹിതാഃ. ഏതാം ദൃഷ്ടിമവഷ്ടഭ്യ നഷ്ടാത്മാനോൽപബുദ്ധയഃ പ്രഭവന്ത്യുഗ്രകർമാണഃ ക്ഷയായ ജഗതോ ഹിതാഃ. ഏതാം ദൃഷ്ടിമവഷ്ടഭ്യ നഷ്ടാത്മാനോൽപബുദ്ധയഃ പ്രഭവന്ത്യുഗ്രകർമാണഃ ക്ഷയായ ജഗതോ ഹിതാഃ. ആരെങ്കിലും വായിക്കാനായിട്ട്? ഏതാം ദൃഷ്ടിമവഷ്ടഭ്യ നഷ്ടാത്മാനോൽപബുദ്ധയഃ പ്രഭവന്ത്യുഗ്രകർമാണഃ ക്ഷയായ ജഗതോ ഹിതാഃ. ഏതാം ദൃഷ്ടിമവഷ്ടഭ്യ നഷ്ടാത്മാനോൽപബുദ്ധയഃ പ്രഭവന്ത്യുഗ്രകർമാണഃ ക്ഷയായ ജഗതോ ഹിതാഃ.
एतां दृष्टिमवष्टभ्य नष्टात्मानोऽल्पबुद्धयः प्रभवन्त्युग्रकर्माणः क्षयाय जगतो हिताः। एतां दृष्टिमवष्टभ्य नष्टात्मानोऽल्पबुद्धयः प्रभवन्त्युग्रकर्माणः क्षयाय जगतो हिताः। ओके, हरे कृष्ण। एतां दृष्टिं, ഈ ദൃഷ്ടിയെ, അവഷ്ടഭ്യ ആശ്രയിച്ചിട്ട്, നഷ്ടാത്മനഃ നഷ്ടാത്മാക്കളും, അല്പബുദ്ധയ അല്പബുദ്ധികളും, ഉഗ്രകർമാണഃ ഉഗ്രകർമാക്കളും, ഹിംസാത്മക കർമ്മം ചെയ്യുന്നവരും, അഹിതാഹ ഹിതകാരികളല്ലാത്തവർ, ജഗതഃ ജഗത്തിന്റെ, ക്ഷയായ ക്ഷയത്തിന് നാശത്തിന്, പ്രഭവന്തി പ്രഭവിക്കുന്നു. വിവർത്തനവും ഭാവാർത്ഥവും ശ്രീലപ്രഭുപാദരുടെ ജയ ശ്രീലപ്രഭുപാദ്. ഈ നിഗമനത്തെ പിന്തുടർന്ന് സ്വയം നഷ്ടപ്പെട്ടവരും അസുരന്മാരുമായ ഈ അല്പബുദ്ധികൾ ലോകനാശകരങ്ങളായ കൊടും ക്രിയകൾ ഏർപ്പെടുന്നു. ഭാവാർത്ഥം: അസുര സ്വഭാവികൾ ലോകനാശത്തിലേക്ക് നയിക്കുന്ന ദുഷ്കർമ്മങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഇക്കൂട്ടർക്ക് ബുദ്ധി കുറവാണെന്ന് ഭഗവാൻ പ്രസ്താവിക്കുന്നു. ഈശ്വരൻ എന്തെന്നറിയാത്ത ഭൗതികതാവാദികൾ തങ്ങൾ പുരോഗമിക്കുകയാണെന്ന് വിചാരിക്കുന്നു. എന്നാൽ അവർ ബുദ്ധിഹീനരും ബോധ്യശൂന്യരുമാണെന്ന് ഭഗവത്ഗീത പറയുന്നു. ഈ ഭൗതിക ലോകം ആവുന്നത്ര ആസ്വദിക്കുവാൻ അവർ ശ്രമിക്കുന്നു. അതിനുവേണ്ടി ഇന്ദ്രിയ സുഖലബ്ധിക്ക് ഉതകുന്ന എന്തെങ്കിലും ഉപാധികൾ കണ്ടുപിടിക്കുന്നതിൽ സദാ ഏർപ്പെട്ടിരിക്കുന്നു. അത്തരം ഭൗതികങ്ങളായ കണ്ടുപിടുത്തങ്ങൾ മാനവ സംസ്കാരത്തെ മുന്നോട്ട് നയിക്കുമെന്നാണ് അവർ കരുതുന്നത്. ഫലമോ ജനങ്ങൾ അത്യധികം അക്രമാസക്തരും നിഷ്ഠൂരന്മാരുമാകുന്നു. മൃഗങ്ങളോടും മനുഷ്യരോടും കൂടുതൽ ക്രൂരത കാട്ടുന്നു. അന്യോന്യം എങ്ങനെ പെരുമാറണമെന്ന് അവർക്ക് രൂപമില്ല. അസുര സ്വഭാവികളുടെ ഇടയിലൂടെയാണ് മൃഗഹിംസ മുന്നിട്ട് നിൽക്കുന്നത്. അസുര സ്വഭാവികളുടെ ഇടയിലാണ് മൃഗഹിംസ മുന്നിട്ട് നിൽക്കുന്നത്. ഇക്കൂട്ടരെ ലോകവൈരികൾ എന്നാണ് കണക്കാക്കുന്നത്. കാരണം ഈ അസുരപ്രകൃതിക്കാർ ഒടുവിൽ സർവസംഹാരിയായ ഒന്ന് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഉണ്ടാക്കും. ആധുനിക ലോകത്തിന്റെ വൻ നേട്ടമായി കരുതുന്ന അണ്വായുധത്തെക്കുറിച്ച് ഈ ശ്ലോകം പരോക്ഷമായി പ്രവചിച്ചിരിക്കുകയാണ്. ഏതൊരവസരത്തിൽ മഹായുദ്ധം ഉണ്ടാകാം. അണ്വായുധങ്ങൾ നാശം വിതയ്ക്കാം. അവ ലോകസംഹാരത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കപ്പെട്ടവയാണ് ഇതിവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ഈശ്വര വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് മനുഷ്യ സമൂഹം അത്തരം ആയുധങ്ങൾ കണ്ടുപിടിച്ചത്. ലോകക്ഷേമത്തിനോ സമാധാനത്തിനോ വേണ്ടി അല്ല തന്നെ. കൃഷ്ണ. ഏതാം ദൃഷ്ടിമവഷ്ടഭ്യ നഷ്ടാത്മാനോ അല്പബുദ്ധയഃ പ്രഭവന്തി ഉഗ്രകർമാണഃ ക്ഷയായ ജഗതോ അഹിതാഹ. ഈ നിഗമനങ്ങളെ പിന്തുടർന്ന് സ്വയം നഷ്ടപ്പെട്ടവരും അസുരന്മാരുമായ ഈ അല്പബുദ്ധികൾ ലോകനാശകരങ്ങളായ കൊടുംക്രിയകളിൽ ഏർപ്പെടുന്നു. ഹരികൃഷ്ണ. അപ്പൊ ഇത് 16-ാമത്തെ അധ്യായമാണ്, 9-ാമത്തെ ശ്ലോകം. അധ്യായത്തിന്റെ പേരെന്താണ്? ടോപ്പിക് എന്താണ്? ദേവാസുരഭാവങ്ങൾ. ദേവാസുരഭാവങ്ങൾ. ഓക്കെ, നമുക്ക് ഭഗവത്ഗീത എന്താണെന്ന് അറിയാം ഇല്ലേ? ബാക്ക്ഗ്രൗണ്ട്, ഭഗവത്ഗീതയുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ആരുടെ അടുത്ത് പറയുന്നതാണ്? ഏത് സമയത്ത് പറയുന്നതാണ്? आप जानते हैं हिंदी? हिंदी हिंदी कौन कौन है? आप 3, केवल 4, 5. ओके. ധർമ്മയുദ്ധമായ കുരുക്ഷേത്രത്തിൽ, ധർമ്മക്ഷേത്രമായിട്ടുള്ള കുരുക്ഷേത്രത്തിൽ വെച്ചിട്ട് കൗരവ പാണ്ഡവന്മാരെ യുദ്ധത്തിനായിട്ട് അണിനിരന്നു. അർജുനൻ എൻ്റെ തേരാളിയായിരുന്നു ഭഗവാൻ. അർജുനൻ ഭഗവാന്റെ അടുത്ത് പറഞ്ഞു,
ആരുടെ അടുത്താണ് യുദ്ധം ചെയ്യേണ്ടതെന്ന് എനിക്കൊന്ന് നോക്കണമെന്ന് പറഞ്ഞു. ഭഗവാൻ ഉടനെ രഥം കൊണ്ടുപോയി 2 സൈന്യങ്ങളുടെയും നടുവിൽ നിർത്തി. ആരുടെ മുമ്പിലാണ് നിർത്തിയത്? പിതാമഹനായ ഭീഷ്മദേവരുടെയും ഗുരുവായ ദ്രോണരുടെയും മറ്റു ബന്ധുക്കളെയും കണ്ടിട്ട് അർജുനൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു. അദ്ദേഹത്തിന് ചിന്തിക്കാൻ അദ്ദേഹത്തിന്റെ മനസ്സ് ഭയങ്കരമായി പ്രകമ്പനം കൊണ്ടു. എന്നിട്ട് പറഞ്ഞു, ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ സമയം അദ്ദേഹം ഭഗവാനെ ആശ്രയിച്ചു. ഇതാണ് വ്യത്യാസം. സാധാരണ ഒരു വ്യക്തിയും അർജുനനും തമ്മിലുള്ള വ്യത്യാസം ആ ഘട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ എന്തെങ്കിലും മനസ്സിന് ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആരെ ആശ്രയിക്കും? നമ്മുടെ ബുദ്ധിയെ ആശ്രയിക്കും. നമ്മുടെ ബുദ്ധി വെച്ച് എന്ത് ചെയ്യാനായിട്ട് എന്ന് നമ്മൾ ആലോചിക്കും. പക്ഷെ അർജുനൻ ആ സമയത്ത് എന്താണ് ചെയ്തത്? ഭഗവാനെ ആശ്രയിച്ചു. ओके ओम जब युद्ध में अर्जुन शुरुआत में जब उसका मन तो चंचलित हो गया, मैं युद्ध नहीं करूंगा ऐसे डिसीजन लिया, मगर उस समय उसने क्या किया? भगवान की शरणागति लिया. ये साधारण मनुष्य और अर्जुन के बीच में डिफरेंस होता है. അർജുനൻ ആ സമയത്ത് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓരോരുത്തരും പഠിച്ചിരിക്കേണ്ട ശ്ലോകമാണ്. ഭഗവത്ഗീത 700 ശ്ലോകങ്ങൾ ഒന്നും അറിയില്ലെന്നുണ്ടെങ്കിൽ ഒരു ശ്ലോകം പഠിച്ചിരിക്കുക. ഏതാണത്? 2-ാം അധ്യായത്തിൽ 9-ാമത്തെ ശ്ലോകം. ഭഗവാന്റെ അടുത്ത് എന്താണ് ചോദിക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്നത് ആ ശ്ലോകത്തിൽ നിന്നാണ്. കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യച്ഛ്രേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധി മാം ത്വാം പ്രപന്നം. കാർപ്പണ്യദോഷോപഹത സ്വഭാവ. എനിക്ക് ചിന്തിക്കാനുള്ള കഴിവ്, തീരുമാനിക്കാനുള്ള കഴിവില്ല. मेरा मन तो विचलित हो गया है, मैं कुछ भी डिसीजन नहीं ले सकता हूँ इसी समय. पृच्छामि त्वां धर्म सम्मूढचेतः. मैं धर्म क्या करना है क्या नहीं करना है मैं नहीं जानता. इस समय मैं आपसे पूछ रहा हूँ. क्या पूछ रहा हूँ? ये श्रेयस्यानिश्चितं ब्रूहि तन्मे. कम से कम ये सेंटेंस आप पढ़िए और भगवान के जब जब भगवान के आगे जाते हैं, सामने आते हैं, भगवान से सिर्फ यही मांगिए, यही मांगिए. യച്ഛ്രേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ. എനിക്കെന്താണ് ശ്രേഷ്ഠം എന്ന് പറഞ്ഞു തന്നാലും നമ്മൾ ഭഗവാന്റെ അടുത്ത് പോയി ആയിരക്കണക്കിന് കാര്യങ്ങൾ പറയും, ഇല്ലേ? കല്യാണം ആയില്ലെങ്കിൽ കല്യാണം വേണമെന്ന് പറയും, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ വേണമെന്ന് പറയും, കുട്ടികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയും, അത് കഴിഞ്ഞാൽ കുട്ടികളുടെ കല്യാണം, കുട്ടികളുടെ ജോലി, ഇങ്ങനെ വാഹനം, വീട്, 100 കണക്കിന് കാര്യങ്ങളാണ്. ആരോഗ്യം, എന്തെല്ലാം കാര്യങ്ങളാണ് ഭഗവാന്റെ അടുത്ത് ചോദിക്കുന്നത്. പക്ഷേ ഭഗവാന്റെ അടുത്ത് ചോദിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ വരിയിൽ നമുക്ക് മനസ്സിലാക്കാം. യച്ഛ്രേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ. യുദ്ധത്തിന്റെ സമയത്ത് യുദ്ധത്തിൽ ചെയ്യേണ്ടത് ആകെ അർജുനൻ എന്താ വേണ്ടത്? യുദ്ധത്തിന്റെ സമയത്ത് യുദ്ധത്തിൽ രാജാക്കന്മാർ ആഗ്രഹിക്കുന്ന എന്താണോ? ജയം. അർജുനന് കൃഷ്ണൻ ഭഗവാനാണെന്ന് അറിയാമോ ഇല്ലയോ? അറിയാമോ ഇല്ലയോ? അറിയാം, നിശ്ചയമായിട്ടും അറിയാം. 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പരംബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷൻ ശാശ്വതം ദിവ്യം ആദിത്യം അജം വിഭവം എന്ന് പറയുന്നുണ്ട് ഭഗവാൻ. അർജുനൻ അറിയാം, വ്യക്തമായിട്ട് അറിയാം. പിന്നെയോ, നമുക്ക് എപ്പോഴും ഒരാളുടെ അടുത്ത് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ കാര്യം എളുപ്പമായി, ഇല്ലേ? ഏതെങ്കിലും ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വാസ്തയുണ്ടെന്നുണ്ടെങ്കിൽ കാര്യം എളുപ്പമായി. ഇവിടെ അർജുനൻ എന്താണ്? അർജുനൻ ആരാണ്? ഭഗവാന്റെ ആരാ? സുഹൃത്ത്. भगवान अर्जुन भगवान का कौन है? दोस्त है, और कसिन है, कसिन ആണ്. പിന്നെയോ കൃഷ്ണൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ സഹോദരനാണ്. സുഭദ്രയുടെ ജ്യേഷ്ഠനാണ് കൃഷ്ണൻ. ഓക്കെ, ഭഗവാനാണെന്ന് അറിയാം, ചോദിക്കേണ്ട ഭഗവാനാണ്, ഭഗവാൻ എന്തും തരുമെന്ന് അറിയാം. എന്നിട്ടും ജയം ചോദിച്ചോ? എനിക്ക് ജയം വേണമെന്ന് പറഞ്ഞോ? ഇല്ല. എന്താണ് ചോദിച്ചത്? ശ്രേയസ്കരമായിട്ടുള്ള എന്താണെന്ന് പറഞ്ഞു തരൂ.
എക് ശ്രേയസ്യാൻ നിശ്ചിതം ബ്രൂഹീത. തീർച്ചയായിട്ടും എന്താണ് ശ്രേയസ്കരം എന്നുള്ളത് അത് പറഞ്ഞു തന്നാലും. ഇത് 2ാം അധ്യായത്തിൽ മാത്രമല്ല, 3ാം അധ്യായത്തിലും 5ാം അധ്യായത്തിലും വീണ്ടും വീണ്ടും അർജുനൻ ഉപയോഗിച്ച വാക്കാണ് ശ്രേയസ്കരം. दूसरे तीसरे और 5वें अध्याय में अर्जुन ने यही पूछा है, जो श्रेष्ठ क्या है वो मुझे बताइए. कभी नहीं कहा कि युद्ध में जीत मुझे चाहिए, आप भगवान हैं, मेरा दोस्त है, मेरा कजिन है, मेरा पत्नी के भाई हैं, इसलिए आप कुछ भी कर सकते हैं, मुझे जय युद्ध में जय दीजिए, ऐसे कभी नहीं कहा. जो मुझे श्रेष्ठ क्या है वो आप ही जानते हैं, वो मुझे दीजिए. वो क्या है मुझे बताइए, मुझे क्या करना है क्या नहीं करना है वो आप बताइए. इसलिए भगवान ने भगवत गीता बताई. 6 अध्याय में कर्मकांड, कर्मयोग, और 7 से 12 तक भक्ति योग, और 13 से 18 तक ज्ञान योग. तो ये इस अध्याय कौन से योग में आता है? 16वां अध्याय ज्ञान योग में आता है. और इसमें कहा है कि देव और असुरों का स्वभाव क्या होता है. इसका पिछले क्या अध्याय था? पुरुषोत्तम योग. पुरुषोत्तम योग कैसे शुरुआत होगा? 15ാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഭൗതിക ലോകത്തെ ഭഗവാൻ ഒരു എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തത്? അരയാലുമായിട്ട്. എങ്ങനെയുള്ള അരയാല്? സാധാരണ അല്ല, ഒരു വിചിത്രമായിട്ടുള്ള അരയാല്. അതിന്റെ വേരുകൾ മുകളിലും ശാഖകൾ വളർന്നിരിക്കുന്നത് താഴോട്ടും. നമ്മൾ മരങ്ങളെല്ലാം തന്നെ ഭൂമിയിൽ നിന്ന് വളർന്ന് മുകളിലേക്കാണ്, ശാഖകളൊക്കെ മുകളിലാണ് കാണുന്നത്. ഓക്കെ, ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഭൗതിക ലോകത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് തിരിഞ്ഞാണ്. ओके, विचित्रमाയിട്ടുള്ളതാണ്. 15वें अध्याय में भगवान ने भौतिक जगत को किससे कंपेयर किया? एक वटवृक्ष से, मगर अजीब, उसका जड़ ऊपर और शाखाएं नीचे, ऐसे बताया. पेड़ में क्या होता है? फल होता है. വൃക്ഷത്തില് പഴങ്ങൾ ഉണ്ടാകുന്ന ഉറപ്പാണ്. അവിടെ എന്തെങ്കിലും പറഞ്ഞോ? 15ാം അധ്യായത്തിൽ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. ഓക്കെ, അത് 16ാം അധ്യായത്തിലാണ് പറയുന്നത്. ഈ വിചിത്രം എന്ന് പറയാൻ, ഈ മരം വിചിത്രമാണെന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ മരത്തിലാണെന്നുണ്ടെങ്കിൽ എത്ര ടൈപ്പ് പഴം കാണും? ഒരു ടൈപ്പ് പഴമേ കാണുള്ളൂ. सभी पेड़ों में एक तरह के फल होते हैं. इस पेड़ में 2 तरह के फल होते हैं. कौन सा है? एक तो मीठा, एक तो കടുവ. നമ്മള് മാമ്പഴത്തിൽ പോയി നോക്കി കഴിഞ്ഞാൽ മാമ്പഴം ഏതെടുത്തു കഴിഞ്ഞാലും പഴുത്താണ്, മധുരമുള്ളതാണ്. കയ്പുള്ള മാങ്ങ കാണുമോ? ഒരു മരത്തില് മധുരമുള്ള മാങ്ങയും കയ്പുള്ള മാങ്ങയും ഇല്ല. പക്ഷേ ഈ ഭൗതിക ലോകത്തിൽ 2 വിധത്തിലുള്ള പഴങ്ങൾ, ഒന്ന് മധുരമുള്ളത്, മറ്റേത് കയ്പുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ 2 ഫലങ്ങളെ കുറിച്ച് വളരെ വിസ്തരിച്ച് പറയുകയാണ് 16ാം അധ്യായത്തിൽ. അതാണ്, ഒന്ന് മധുരമുള്ളത് ഏതാണ്? ദൈവീഭാവം. കയ്പുള്ളത് ആസുരീഭാവം. ദൈവഭാവങ്ങൾ എന്തൊക്കെയാണ്? എവിടെയാ പറഞ്ഞിരിക്കുന്നത് ദൈവഭാവങ്ങള്? ഉദാഹരണം, ഓക്കെ. പിന്നെ ആസുരീഭാവം? ഓക്കെ, ആദ്യത്തെ 3 ശ്ലോകങ്ങളില് ദൈവീഭാവങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര എണ്ണം ഉണ്ട്? 26 ദൈവീ സ്വഭാവങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്നു. 4ാമത്തെ ശ്ലോകത്തില് पहले 3 श्लोक में दैवी स्वभावों के बारे में बताया, और 14 श्लोक में बताया क्या? ആശ്രി സ്വഭാവം. അപ്പോ ഈ ശ്ലോകത്തിൽ കൂടുതൽ പറഞ്ഞിരിക്കുന്ന ആശ്രി സ്വഭാവം ആയതുകൊണ്ട് ഞാൻ ആ ശ്ലോകം ഒന്ന് ജസ്റ്റ് വായിക്കാം. ഗർവം, അഹങ്കാരം, അഭിമാനം, ക്രോധം, പാരുഷ്യം, അജ്ഞാനം എന്നിവ അസുര ഗുണങ്ങളാണ്.
ഓക്കെ. അപ്പം അതിനുശേഷം ഈ രണ്ട് ഗുണങ്ങളുടെയും എൻഡ് റിസൾട്ട് എന്താണെന്ന് പറഞ്ഞു. ദൈവീ സമ്പത്ത് വിമോക്ഷായ നിബന്ധായ ആസുരീ മത. ഓക്കെ. ദൈവീ സമ്പത്ത് നമ്മളെ, ദൈവീ സ്വഭാവങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അത് മോക്ഷമാർഗത്തിലേക്ക് നയിക്കും. ആസുരഭാവമാണെന്നുണ്ടെങ്കിൽ അത് ബന്ധനത്തിൽ, കൂടുതൽ കൂടുതൽ ബന്ധനത്തിൽ കൊണ്ടുവരും. അതിനുശേഷം ഇതില്ലാത്ത വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഗുണമുണ്ടോ? ഒന്നുകിൽ ദൈവം അല്ല, നല്ല ആസുരികം അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ആരെങ്കിലും ഫ്രീ ആണോ ഇതിൽ നിന്നല്ലാതെ, ഈ സ്വഭാവങ്ങളില്ലാതെ? ആരുമില്ല, ആരുമില്ല. ആ ബ്രഹ്മഭൂനാൻ ലോക, ഇവിടെ മുതൽ ബ്രഹ്മലോകത്തിൽ ചെന്ന് കഴിഞ്ഞാലും ഈ രണ്ട് സ്വഭാവങ്ങളെ കാണുള്ളൂ. ഓക്കെ. അപ്പോ പിന്നെ പറഞ്ഞു, പ്രവൃത്തിഞ്ച നിവൃത്തിഞ്ച ജനാ വിദുരാസുരാഹ ന ശൗചം നാപി ചാപാരോ ന സത്യം തേഷു വിദ്യത്തെ. ചെയ്യേണ്ടത് എന്തെന്നോ ചെയ്താത്ത എന്തെന്നോ അസുര സ്വഭാവികൾക്ക് അറിഞ്ഞുകൂടാ. വിശുദ്ധിയോ നല്ല പെരുമാറ്റമോ സത്യസന്ധതയോ അവർക്കില്ല. പിന്നെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, ഈ പ്രപഞ്ചം അസത്യവും അടിസ്ഥാനരഹിതവുമാണെന്നും അതിന് നിയന്ത്രാതാവായി ഒരു ഈശ്വരനില്ലെന്നും. നോക്കൂ, അസുര സ്വഭാവികൾ വിചാരിക്കുന്നത് അവര് ഈശ്വരനെ അംഗീകരിക്കുന്നില്ല. ഈ ജഗത്ത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ബൈ ചാൻസ്. आपने सुना होगा पिछले क्लास में, याद है? 2 हफ्ते में सब भूल गए? ഓക്കെ ഓക്കെ. ലൈംഗിക അഭിലാഷം മാത്രമാണ് ഇതിന്റെ ഉൽപ്പത്തിക്ക് കാരണമെന്നും കാമമല്ലാതെ മറ്റൊന്നും കാരണമായിട്ട് ഇല്ലെന്നുമാണ് അവർ പറയുന്നത്. ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പം ഇവിടെ ഈ നിഗമനങ്ങളെ എന്ന് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇത് വായിച്ചത്. ഓക്കെ. ഈ നിഗമനങ്ങളെ പിന്തുടർന്ന് സ്വയം നഷ്ടപ്പെട്ടവരും അസുരന്മാരുമായ ഈ അല്പബുദ്ധികൾ ലോകനാശകരങ്ങളായ കൊടുംക്രിയകൾ ഏർപ്പെടുന്നു. അപ്പോ ആസുര സ്വഭാവികൾ ലോകനാശത്തിലേക്ക് നയിക്കുന്ന ദുഷ്കർമ്മങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഇക്കൂട്ടർക്ക് ബുദ്ധി കുറവാണെന്ന് ഭഗവാൻ പ്രസ്താവിച്ചിരിക്കുന്നു. വേറെ എവിടെയാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്? ബുദ്ധി കുറവുള്ള ആരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ ഭഗവത്ഗീതയില്. ബുദ്ധി കുറവുള്ളവർ എന്നാ വെരി ഗുഡ്, വെരി ഗുഡ്. ഏത് അധ്യായം ഓർമ്മയുണ്ടോ? 7-ാം അധ്യായത്തിൽ 20, 21, 22, 23 ശ്ലോകങ്ങളിൽ ഭഗവാൻ ദേവതാരാധനയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അവിടെ അവസാനത്തെ 23-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അന്ധവത്തു ഫലം ദേശാം. എന്താണ്? അല്പമേധസാം, അല്പബുദ്ധികളായിട്ടുള്ളവരുടെ. ഓക്കെ. അവർക്ക് കിട്ടുന്ന എന്താണ്? കുറച്ച് കിട്ടുന്നു, അതും താൽക്കാലികമായിട്ട്. അതിനു വേണ്ടിയാണ്, അങ്ങനെയുള്ള സാധനത്തിന് വേണ്ടിയാണ് അവർ ദേവതമാരെ ആരാധിക്കുന്നത്. इस श्लोक में भगवान कहते हैं आसुर स्वभावी लोग तो उनको ये बुद्धि तो बहुत कम है. ऐसे कम बुद्धि वाले लोगों के बारे में भगवान ने किधर कहा है? मैंने पूछा. वो 7वें अध्याय में आता है. जो लोग देवताओं की भजन करते हैं, उधर भगवान कहते हैं कि वो अल्प बुद्धि लोग होते हैं. क्यों? क्योंकि वो बहुत क्षणिक के लिए, बहुत छोटे से चीजों के लिए देवताओं के पीछे भागते हैं. इसलिए भगवान ने कहा कि वो लोग तो कम बुद्धि वाले लोग हैं. ഈശ്വരൻ എന്തെന്നറിയാത്ത ഭൗതികവാദികൾ തങ്ങൾ പുരോഗമിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടോ? ഈശ്വരനില്ലാന്ന് ചിന്തിക്കുന്ന ആൾക്കാര്? ഭഗവാൻ ഇത് എത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്? 5000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. അപ്പം 5000 വർഷങ്ങൾക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ? എങ്ങാനും മാറിയിട്ടുണ്ടോ? എല്ലാവരും ഈശ്വര വിശ്വാസികളായിട്ടുണ്ടോ? ഈശ്വരനുണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാര്? 2025 ഒരു കാര്യം പറയാം. ഓക്കെ. ഒരു 8-10 ആഴ്ചകൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്.
നിങ്ങൾ എല്ലാവരും പേപ്പറിൽ വായിച്ചു കാണും. അമേരിക്കയിലെ പശ്ചിമ ഭാഗത്തുള്ള കാലിഫോർണിയ എന്ന സ്ഥലം, എന്ന സ്റ്റേറ്റ്. ഓക്കെ, അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ലോസ് ആഞ്ചലസ്. ലോസ് ആഞ്ചലസിലാണ് ഇംഗ്ലീഷ് സിനിമയുടെ കേന്ദ്രമായിട്ടുള്ള ഹോളിവുഡ് നഗരം. അപ്പം ഈ ഹോളിവുഡില് ഒരു മീറ്റിംഗ് നടക്കുമായിരുന്നു. അപ്പം അവരൊരു എന്താണ് വോട്ടിംഗ് നടത്തി. വോട്ടിംഗ് എന്താ പറയുക, സർവേ നടത്തി. ഓക്കെ, സർവേ നടത്തി അവിടെയുള്ള ആൾക്കാരെ അടുത്ത് ചോദിച്ച ചോദ്യം, ഈ ഹോളിവുഡ് നഗരത്തിന്റെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഓക്കെ, അപ്പൊ 4 ഓപ്ഷൻസ് ആയിരുന്നു. ആദ്യത്തേത് സിനിമാ മേഖലയിലുള്ള ആൾക്കാർ, രണ്ടാമത്തേത് അമ്മമാർ, മൂന്നാമത്തേത് ഗോഡ് അല്ലെങ്കിൽ ഭഗവാൻ. 4 ഒരു പേരായിരുന്നു, എനിക്ക് മനസ്സിലായില്ല. ഒരു പക്ഷെ അവിടുത്തെ മേയർ ആയിരിക്കും. ഓക്കെ, അപ്പം അവിടെ വോട്ട് കിട്ടിയത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ആദ്യത്തേത്. എത്രയാണ് എനിക്ക് ഓർമ്മയില്ല. ഏറ്റവും കൂടുതൽ ഹോളിവുഡിലുള്ള ആൾക്കാരാണ് ഈ നഗരത്തിന്റെ നിയന്ത്രാതാക്കൾ. അമ്മമാർക്ക് കിട്ടി 2 വോട്ട്. ആ ലാസ്റ്റ് പറഞ്ഞ വ്യക്തിക്കും 1 വോട്ട് കിട്ടി. അപ്പം ബാക്കി ആരാ? ഭഗവാൻ. ഭഗവാൻ എത്ര വോട്ട് കിട്ടി? 0. 4th place with 0 votes भगवान. बॉलीवुड में ऐसा प्रश्न पूछा गया कुछ लोगों के, और हॉलीवुड के नियंत्रता कौन है? और भगवान को 4th place 0 votes. 2 दिन के बाद, सिर्फ 2 दिन के बाद उधर वो कैलिफोर्निया में बहुत फॉरेस्ट है, वन है, आग लग गया और इतना बड़ा था कि सब हॉलीवुड स्टारों के घर, 1-2 कितने मिलियंस ऑफ डॉलर्स हैं, सब नष्ट हो गया. ओके, ഹോളിവുഡിലുള്ള അത് കാട്ടുതീ പടർന്നു പിടിച്ച് അവിടെയുള്ള ആൾക്കാരുടെ എല്ലാം നഷ്ടപ്പെട്ടു. സ്കൂളില്ല, വാഹനങ്ങളില്ല, അവരുടെ കടകള വർഗമൊന്നുമില്ല, ഒന്നുമില്ല ഇവിടെ, എല്ലാം നശിച്ചു. അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല ഈ കാട്ടുതീ തടയാനായിട്ട്. കാരണം ആരാണ്? ഗവൺമെന്റ് ആണോ? കാട്ടുതീക്ക് കാരണം ആരാ? കാട്ടുതീക്ക് കാരണം പ്രകൃതിയുടെ ഉടമസ്ഥൻ ആരാണ്? അവർക്കറിയായിരുന്നോ? അവര് സമ്മതിക്കുന്നില്ല. അവര് പറയുന്നു ഞങ്ങളാണ് എല്ലാത്തിന്റെയും നിയന്ത്രതാക്കൾ എന്ന് പറയുന്നു. പക്ഷെ ഒരു ചെറിയ കാട്ടുതീ, 2 ദിവസത്തിന് ഒരു കാട്ടുതീ വന്ന് ആ നഗരം മുഴുവനും നശിപ്പിച്ചപ്പോഴത്തേക്കും അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പൊ കൺട്രോൾ ആരുടെ കയ്യിലാണ്? ഓക്കെ, അപ്പം അവരങ്ങനെ മനസ്സിലാക്കി. അപ്പം ആൾക്കാര് ഇപ്പോഴും അവർ ചിന്തിക്കുന്നു, കാര്യം അവർക്ക് അത്രമാത്രം ഐശ്വര്യമാണുള്ളത്. അത്ര ഐശ്വര്യം ഉള്ളപ്പോഴത്തേക്കും അവർക്ക് വേറൊരു എന്നെ നിയന്ത്രിക്കാൻ ഒരാളുണ്ട് എന്നുള്ള ചിന്ത പോലും അവർക്ക് വരുന്നില്ല. ഓക്കെ, ഇതാണ് ആസുര സ്വഭാവം. ദൈവ സ്വഭാവമുള്ള ആൾക്കാർക്ക് അവരെങ്ങനെയാണ്? വിഷ്ണു ഭക്ത ഭവേത്. എന്താണ് ദൈവ? എന്താ? വിഷ്ണു ഭക്ത ഭവേത് ദൈവ. അതായത് ഭഗവാന്റെ ഭക്തന്മാര് എല്ലാ വിധത്തിലും ദൈവീ സ്വഭാവമുള്ളവരായി തീരും. ഓക്കെ,
നമുക്കറിയാം ത്രിമൂർത്തികൾ, ബ്രഹ്മ വിഷ്ണു മഹേശ്വര. ഓക്കെ, അപ്പം വിഷ്ണുവിന്റെ ഭക്തന്മാര് പൊതുവെ ദിവ്യ സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും. ചില ആൾക്കാര് ബ്രഹ്മാവിന്റെ അടുത്ത്, ശിവന്റെ അടുത്തൊക്കെ പോയിട്ടുള്ള ചരിത്രം നമുക്കറിയാം. ബ്രഹ്മാവിന്റെ അടുത്ത് പോയിട്ടുള്ള ഒരു പ്രസിദ്ധനായിട്ടുള്ള ഒരു അസുരൻ ഉണ്ടായിരുന്നു. ആരാണ്? ഹിരണ്യകശിപു. ശിവന്റെ അടുത്ത് പോയിട്ടുള്ള ഒരാള്, പ്രസിദ്ധനായിട്ടുള്ള ഒരാള്, ശിവഭക്തനാണ്, രാവണൻ. രാവണൻ. ഓക്കെ, ഹിരണ്യകശിപു ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്ന് ചോദിച്ച കാര്യങ്ങൾ അറിയാലോ. എന്താണ് ഓരോ ജീവാത്മാവിന്റെയും അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണ് അറിയാവോ? നമ്മൾ പ്രാക്ടിക്കലി ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും, സമൂഹത്തിലെ ഒരു വ്യക്തിയാണ്, മനുഷ്യരായി കാണണമെന്നില്ല, ബാക്കി മൃഗങ്ങളാണെന്നുണ്ടെങ്കിലും എന്താണ് അവരുടെ ലക്ഷ്യം? എന്താണ് ബേസിക്? മരിക്കാതിരിക്കുക. ഓക്കെ, ഹാപ്പിനെസ്. ഹാപ്പിനെസ് എങ്ങനെയാണ് കിട്ടുന്നത്? ഇന്ദ്രിയ സംതൃപ്തിയാണ്. ബേസിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മള് ലക്ഷ്യം ഇന്ദ്രിയ സംതൃപ്തിയാണ്. അപ്പോ ഹിരണ്യകശിപുവിനെ പോലുള്ള ഒരാള് അതിന്റെ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞു മരിക്കാതിരിക്കുക എന്ന് പറഞ്ഞു ഇല്ലേ? അദ്ദേഹത്തിന്റെ ഉദ്ദേശം അത് തന്നെയായിരുന്നു. എനിക്ക് ഈ ഇന്ദ്രിയ സംതൃപ്തി എന്ന് പറയുന്നത് കുറച്ചു നാളത്തേക്കല്ല, അനന്തമായിട്ട് എൻജോയ് ചെയ്യണം. അതുകൊണ്ട് ബ്രഹ്മാവിന്റെ അടുത്ത് എന്ന് പറഞ്ഞു എനിക്ക് മരണം വേണ്ട. ബ്രഹ്മ പറഞ്ഞു അതെങ്ങനെ സാധിക്കും? 100 വയസ്സായി കഴിഞ്ഞാൽ എൻ്റെ സമയം തീരും. അപ്പൊ അതിനേക്കാളും കൂടുതൽ ഒരു വലിയ കാര്യം ഞാൻ താങ്കൾക്ക് എങ്ങനെ തരും? അത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോ വളരെയധികം ബുദ്ധിയുള്ള ആ ഹിരണ്യകശിപു ഓരോ കണ്ടീഷൻസ് ചോദിച്ചു. ഓക്കെ, അതായത് പകൽ മരിക്കാൻ പാടില്ല, രാത്രി മരിക്കാൻ പാടില്ല, നിവൃത്തിയില്ലാത്തത് അത് കൊടുത്തു. ഓക്കെ, ആയുധം കൊണ്ട് ജീവനുള്ളതോ മൃതമായിട്ടുള്ളതോ സാധനത്തിൽ കൊണ്ട് മരിക്കാൻ പാടില്ല. പിന്നെ ജലത്തിലോ ആകാശത്തിലോ വായുവിലോ അന്തരീക്ഷത്തിലോ മരണം പാടില്ല. ഒരു ബിൽഡിങ്ങിനകത്തോ പുറത്തോ പാടില്ല. ഇങ്ങനെ ഓരോ കണ്ടീഷൻസ് വെച്ചു. ഇത് ഏതെങ്കിലും അല്ലാത്ത ഏതെങ്കിലും ഉണ്ടോ? ബിൽഡിങ്ങിനകത്തോ പുറത്തോ ഒന്നും അല്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഏതാ ഉള്ളത്? ഒന്നില്ലാത്തല്ലേ പുറത്ത്. ദിവസം അല്ലേ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സമയമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് എല്ലാം തന്നെ ബ്രഹ്മാവിനെ കൊണ്ട് എഗ്രി ചെയ്തപ്പോഴത്തേക്കും അദ്ദേഹത്തിന് മനസ്സിലായി ഓക്കെ, എന്നെ ഇനി വെല്ലാനായിട്ട് വേറെ ആരുമില്ല. അതിനുശേഷം ആ ധൈര്യത്തിൽ അദ്ദേഹം ചെയ്യാവുന്ന അതിക്രമങ്ങളെല്ലാം തന്നെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവസാനം എന്ത് പറ്റി? ഭഗവാൻ വന്ന് ഈ കണ്ടീഷൻസ് എല്ലാം മാച്ച് ചെയ്ത് അവനൊരു വഴി കണ്ടുപിടിച്ചു. എന്നിട്ട് ഹിരണ്യകശിപുവിനെ വധിച്ചു. ഇതാണ് അസുരന്റെ സ്വഭാവമുള്ള വ്യക്തി. ഹിരണ്യകശിപുവിന്റെ മകൻ പ്രഹ്ലാദൻ ഭക്തനായിരുന്നു. നരസിംഹ ഭഗവാന്റെ അടുത്ത് പ്രഹ്ലാദൻ എന്താ ചോദിച്ചത്? ഒന്നും ചോദിച്ചില്ല. ഒന്നും ചോദിക്കാത്ത വരുമ്പോഴത്തേക്കും ഭഗവാൻ അങ്ങോട്ട് ചോദിക്കേണ്ടി വന്നു, നിനക്ക് എന്ത് വേണമെന്ന് ചോദിക്കേണ്ടി വന്നു. അപ്പൊ തിരിച്ചൊരു നല്ല ഫിലോസഫി തിരിച്ചു കൊടുത്തു. എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് അത് തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് കച്ചവടമാണ്. അത് എനിക്കും താങ്കൾക്കും ഉചിതമല്ല. ഓക്കെ അല്ലേ? ഭഗവാന്റെ അടുത്ത് തിരിച്ചെങ്ങനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം ഒരു നല്ല ചങ്കൂറ്റം വേണം അല്ലേ? പ്രഹ്ലാദൻ 5 വയസ്സേ ഉള്ളൂ, പറഞ്ഞു ഞാൻ ബിസിനസ്സുകാരനല്ല. ബിസിനസ് മെന്റാലിറ്റി രണ്ടുപേർക്കും ശരിയല്ല എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു യതി ദാസ്യാംസമേ കാമാൻ വരാംസ്തം ച വരദർഷഭ കാമാനാം ഹൃദി സംരോഹം ഭവതസ്തു വൃണേവരം. എന്തെങ്കിലും അങ്ങക്ക് തരാൻ ഉദ്ദേശം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ ഉണ്ടാകുന്ന ആഗ്രഹങ്ങളെ ഇല്ലാതാക്കണം.
കാര്യം ഞാനൊരു അസുര കുലത്തിൽ ജനിച്ചവനാണ്. ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്, അതും പ്രത്യേകിച്ച് ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ അച്ഛനുള്ളത് പോലെ എനിക്ക് ഏത് സമയത്തും വരാം. അതുകൊണ്ട് എന്നെ പ്രലോഭിപ്പിക്കരുത്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, അങ്ങനെയുള്ള ആഗ്രഹങ്ങളെ അങ്ങ് ഇല്ലാതാക്കി തന്നാൽ. ഇതാണ് ഒരു ദൈവി സ്വഭാവമുള്ള. ധ്രുവന്റെ കാര്യം നോക്കൂ. ധ്രുവൻ തപസ് ചെയ്തു. എന്തിനാണ് തപസ് ചെയ്തത്? അദ്ദേഹത്തിന് പ്രശ്നം എന്തായിരുന്നു? 7 വയസ്സുള്ള കുട്ടി അച്ഛന്റെ മടിയിലിരിക്കാൻ പോയി. രണ്ടാനമ്മ പറഞ്ഞു പറ്റില്ല. എന്തുകൊണ്ട്? നീ എന്റെ വയറ്റിലല്ല ജനിച്ചത്. അപ്പൊ നിനക്ക് ഇരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ പോയി ഭഗവാൻ തപസ് ചെയ്യൂ, എന്നിട്ട് എന്റെ വയറ്റിൽ ഒന്ന് ജനിക്കൂ എന്ന് പറഞ്ഞു. ധ്രുവൻ പോയി. വഴിയിൽ വെച്ച് ഭഗവാന്റെ അനുഗ്രഹം കാരണം നാരദനെ കണ്ടുമുട്ടി. നാരദൻ പറഞ്ഞു, അതനുസരിച്ചിട്ട് 6 മാസം കഠിന തപസ് ചെയ്തു. കഠിന തപസ് ചെയ്തിട്ട് ഭഗവാൻ വന്നപ്പോഴത്തേക്കും എന്ത് പറ്റി? ധ്രുവൻ എന്ത് ചോദിച്ചു? എന്തിനാ പോയത്? സോറി, അത് ഞാൻ വിട്ടുപോയി പറയാനായിട്ട്. അപ്പൊ പോകുമ്പോഴത്തേക്കും ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അച്ഛന്റെ ഈ സിംഹാസനമല്ല, മുത്തച്ഛന്റെ സിംഹാസനത്തെക്കാളും വലിയ സിംഹാസനത്തിൽ ഇരിക്കണം എനിക്ക്. എന്റെ അച്ഛനെന്ന് പറയുന്നത് വെറും ചക്രവർത്തിയാണ്. ആരാണ് ധ്രുവന്റെ അച്ഛൻ? ആരാണ്? ഉത്താനപാദൻ. ഉത്താനപാദന്റെ അച്ഛൻ ആരാ? സ്വയംഭവ മനു. സ്വയംഭവ മനു എന്ന് പറയുമ്പോഴത്തേക്കും ബ്രഹ്മാവിന്റെ ദിവസത്തിൽ 14 പേരാണ്. അതിലൊന്ന്. ഏകദേശം ബ്രഹ്മാവിന്റെ ഒരു 50-55 മിനിറ്റ് സമയത്തേക്ക് ഈ പ്രപഞ്ചം മുഴുവനും കൺട്രോൾ ചെയ്യുന്ന ആളാണ് മനു. അതിനേക്കാളും വലിയ സ്ഥാനം വേണം എന്ന് പറഞ്ഞിട്ടാണ് ധ്രുവൻ പോയി തപസ് ചെയ്തത്. ഭഗവാൻ വന്നു. ഭഗവാൻ ചോദിച്ചു, എന്ത് വേണം ചോദിച്ചു. ധ്രുവൻ എന്ത് പറഞ്ഞു? എനിക്കൊന്നും വേണ്ട. അങ്ങേ കണ്ടപ്പോഴത്തേക്കും ഞാൻ പൂർണ്ണ സന്തുഷ്ടനായി. എനിക്കൊന്നും വേണ്ട. ഭഗവാൻ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഒന്നും വേണ്ട, ശരി, ഞാൻ പോയിക്കോട്ടെ എന്ന് ഭഗവാൻ പറയാൻ പറ്റില്ല. കാര്യം, നാളെ ആരെങ്കിലും തപസ് ചെയ്യാൻ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്നു, ധ്രുവനോടെ പോയി ഭഗവാനൊന്നും കൊടുത്തില്ല, അപ്പൊ ഞാൻ ഇനി തപസ് ചെയ്തിട്ട് എന്താ കാര്യം? അങ്ങനെ ആൾക്കാർ അങ്ങനെ പറയാറില്ല. അതുകൊണ്ട് പറഞ്ഞു, ധ്രുവ, നീ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിന്റെ മനസ്സിലുണ്ടായിരുന്നത് എന്തെന്ന് എനിക്കറിയാം. അത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ എനിക്ക് എന്താണ് അത് നൽകാനായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞിട്ട് 36,000 വർഷം രാജ്യഭാരം. അതിനുശേഷം ധ്രുവ നക്ഷത്രം, ധ്രുവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമനന്റ് ആയിട്ടുള്ളത്, അവിടെ വളരെ കാലം താമസിക്കാം. അതിനുശേഷം എന്താണ്? തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോവാം. ഇതാണ് ധ്രുവന് കിട്ടിയ വരം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താണ്? ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ശ്രേയസ്യനിശ്ചിതം ബ്രൂഹി തന്മേ. ഇതാണ് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കേണ്ടത്. ധ്രുവനൊരു അബദ്ധം പറ്റി. ധ്രുവൻ എന്താ പ്രാർത്ഥിച്ചത്? എന്റെ മുത്തച്ഛനേക്കാളും വലിയ സിംഹാസനം വേണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. എന്തായിരുന്നു കുഴപ്പം? എന്തായിരുന്നു കുഴപ്പം അവിടെ? ആ വരം കിട്ടി ധ്രുവൻ തിരിച്ച് രാജകൊട്ടാരത്തിലേക്ക് പോയി. ഉത്താനപാദൻ സന്തോഷത്തോടുകൂടി സിംഹാസനം ധ്രുവനെ ഏൽപ്പിച്ചു. ധ്രുവന്റെ അവസ്ഥ എന്താണ്? 36,000 കൊല്ലം രാജ്യഭരണം ചെയ്യണം. ഭഗവാനെ കണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആലോചിക്കുന്നത് എന്താണ്? എനിക്ക് ഇങ്ങനൊരു അബദ്ധം പറ്റിയല്ലോ. ഞാൻ ഈ ആഗ്രഹം വെച്ചത് കൊണ്ട് 36,000 വർഷം എനിക്ക് ഇവിടെ നിൽക്കേണ്ടി വന്നു. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് നേരത്തെ തന്നെ പോകായിരുന്നു ഭഗവാന്റെ അടുത്തേക്ക്. ഞാൻ ഭഗവാനെ മാത്രം ആഗ്രഹിച്ചിരുന്നെങ്കിൽ എനിക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റുമായിരുന്നു. എനിക്ക് വലിയ അബദ്ധം പറ്റി. 36,000 വർഷം ഞാൻ ഈ ഭൗതിക ലോകത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. അപ്പോ അതുകൊണ്ടാണ് നമുക്കറിയില്ല നമുക്ക് എന്താണ് ശ്രേഷ്ഠം എന്നുള്ളത് നമുക്കറിയില്ല.
അത് ഭഗവാൻ അറിയാം. അതുകൊണ്ട് ഭഗവാന്റെ അടുത്ത് ചോദിക്കേണ്ടത് നമുക്ക് ശ്രേഷ്ഠമായിട്ടുള്ള എന്താണെന്ന് പറഞ്ഞു തന്നാലും നമുക്കറിയില്ല. ഒരുപക്ഷെ ഗൾഫിലേക്ക് ഒരു വിസ കിട്ടി, ഇവിടെ കിട്ടുന്നതിന്റെ 10 or 20 ഇരട്ടിയായിരിക്കും ശമ്പളം അവിടെ. നമ്മൾ വിചാരിക്കും നല്ല കാര്യമല്ലേ. പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് നമുക്കറിയാവുന്നത് എന്താണ് സ്ഥിതി എന്ന്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അദ്ദേഹം 35 വർഷമായി അവിടെയാണ്. ഇതുവരെ ജോലിയില്ല. 35 വർഷമായിട്ട് സ്ഥിരമായിട്ടൊരു ജോലിയില്ല. അദ്ദേഹം എന്തൊക്കെ ചെയ്യുന്നു എനിക്കറിയില്ല. ഓരോ തവണയും ഈ അംനസ്റ്റി വരുമ്പോഴത്തേക്കും അദ്ദേഹം ഇവിടെ വരും, തിരിച്ചെങ്ങനെയെങ്കിലും വീണ്ടും അവിടെ പോകും. ഇത്രയും അനുഭവിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിന് നിൽക്കാൻ നിർത്തിയില്ല. അതുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോകും. അതുകൊണ്ട് നമുക്ക് തോന്നും ഒരു കാര്യം, നമുക്ക് ഒരു ഗൾഫിൽ നിന്ന് ഒരു വിസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും എല്ലാം കിട്ടി. ഈ പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഈ ആസുരഭാവങ്ങളെ കുറിച്ച് പറയുമ്പോഴത്തേക്കും പ്രഭാതർ പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്, മെറ്റീരിയൽ അഡ്ജസ്റ്റ്മെന്റ് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണ്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം, ഓക്കെ ബുദ്ധിമുട്ടുണ്ട്, അപ്പം ഈ ബുദ്ധിമുട്ട് മാറ്റാനായിട്ട് വേറൊരു കാര്യം ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യും. പറ്റുമോ ഇല്ലയോ? അപ്പം ഒരു എക്യുപ്മെന്റ് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ആരുടെ അടുത്ത് ചോദിക്കും? അതിന്റെ മാനുഫാക്ചർ എടുത്ത് ചോദിച്ചാൽ മതി. ഇതെങ്ങനെയാണ്, എന്ത് ചെയ്യും എന്ത് ചെയ്യില്ല എന്നറിയണമെന്നുണ്ടെങ്കിൽ. അതേപോലെ ഭൗതിക ലോകത്തിന്റെ സൃഷ്ടാവായിട്ടുള്ള ഭഗവാൻ പറയുന്നു, അനിത്യം അസുഖം ലോകം ഇമം ലോകം. ഈ ലോകം അശാശ്വതമാണ്, സുഖം കിട്ടില്ല, സുഖം കിട്ടില്ല. പിന്നെ നമ്മളിവിടെ സുഖം അന്വേഷിച്ചിട്ട് എവിടെ കിട്ടും? മരുഭൂമിയിൽ ചെന്നിട്ട് വെള്ളം പോയി നോക്കുന്ന പോലെ മരീചിക കാണും. പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ചിലപ്പോൾ കിട്ടാം, ചിലപ്പോൾ കിട്ടാതിരിക്കാം. പക്ഷെ കിട്ടിയാലോ അനിത്യം. വേറൊരിടത്ത് പറഞ്ഞിട്ടുണ്ട് ദുഃഖാലയം അശാശ്വതം. ഈ 4 വാക്കുകളാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. 3 വാക്കുകളാണ്. അനിത്യം അശാശ്വതം സെയിം ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ ദുഃഖാലയം അസുഖം. ഇതാണ് ഇതിന്റെ വിശേഷണങ്ങളായിട്ട് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട്, ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തിയിട്ട് എന്തെങ്കിലും ലോകത്തെ മാറ്റി മറിക്കാൻ, നമ്മുടെ ജീവിത രീതി മാറ്റാം, നമുക്ക് മെച്ചപ്പെടുത്താം, ജീവിതം മെച്ചപ്പെടുത്താം എന്ന് ചിന്തിക്കുന്നത് ശുദ്ധ വിഡ്ഢിത്തമാണ്. ഓക്കെ, അപ്പോ നമ്മള് ഈശ്വരൻ എന്താണെന്ന് അറിയാത്ത ഭൗതികതാവാദികൾ തങ്ങൾ പുരോഗമിക്കുകയാണെന്ന് വിചാരിക്കുന്നു. എന്നാൽ അവർ ബുദ്ധിഹീനരും ബോധശൂന്യരുമാണെന്ന് ഭഗവത്ഗീത പറയുന്നു. ഈ ഭൗതിക ലോകം ആവുന്നത്ര ആസ്വദിക്കാൻ അവർ ശ്രമിക്കുന്നു എന്നും പറയുന്നുണ്ട്. ജീവാത്മാക്കളെ കുറിച്ച് പറയുന്നത് നമ്മുടെ ഐഡന്റിറ്റി എന്താണ് ആ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ ഐഡന്റിറ്റി എന്താണ്? നമ്മൾ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഭഗവത്ഗീതയിൽ അടിസ്ഥാനമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയും? ഏതാണ് ശ്ലോകം? മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതനഃ മനഃഷ്ടാനീന്ദ്രിയാണി. അടുത്തത് പ്രകൃതിസ്ഥാനി കർഷതി. ഓക്കെ, അവിടെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭൗതിക ലോകം ആവുന്നത്ര ആസ്വദിക്കാൻ. അത് ബാക്കിയുള്ള കാര്യങ്ങള് ഭഗവാന്റെ ഈ ബാക്കി ഈ ഭൗതിക പ്രകൃതി, അധമായിട്ടുള്ള ഭൗതിക പ്രകൃതി, പഞ്ചഭൂതങ്ങളാലുള്ള ഭൗതിക പ്രകൃതി ആസ്വദിക്കാനായിട്ട് ഉപരി അല്പം മെച്ചപ്പെട്ട ഭഗവാന്റെ അംശങ്ങളായിട്ടുള്ള ജീവാത്മാക്കള് വളരെയധികം കഷ്ടപ്പെടുന്നു. ഓക്കെ, അതിനുവേണ്ടി ഇന്ദ്രിയ സുഖലബ്ധിക്ക് ഉതകുന്ന ഏതെങ്കിലും ഉപാധികൾ കണ്ടുപിടിക്കുന്നതിൽ സദാ ഏർപ്പെട്ടിരിക്കുന്നു. പണ്ടൊരാൾ ചെയ്തിരുന്നു. നേരത്തെ പറഞ്ഞു, രാവണനെ പറ്റി പറഞ്ഞു. രാവണൻ എന്താ ചെയ്തെന്ന് അറിയോ? സ്വർഗത്തിലേക്ക് പോകാനായിട്ട്
നേരിട്ടൊരു സ്റ്റെപ്സ്, ഇവിടുന്ന് അവിടെ വരെ സ്റ്റെപ്സ്. അതേപോലെ ഇപ്പൊ എത്രയോ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാല്, ഉദാഹരണം സൗരയൂഥത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാല് ജൂപ്പിറ്ററും വ്യാഴത്തിനും ശനിക്കും ഇടയ്ക്കായിട്ട് കുറെ ചിഹ്ന ഗ്രഹങ്ങളുണ്ട്, ചെറിയ ചെറിയ ഗ്രഹങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ചിഹ്ന ഗ്രഹങ്ങളില് ധാരാളം ധാതുക്കളുണ്ട്, മിനറൽസ് ഉണ്ട്. ഇവിടുന്ന് അവിടെ പോയി അത് കുഴിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലതല്ലേ? അല്ലെങ്കിൽ ഒരു ചിഹ്ന ഗ്രഹം തന്നെ മുഴുവനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെയാണ് റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ. അപ്പോ പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുന്നു. അത്തരം ഭൗതികങ്ങളായ കണ്ടുപിടുത്തങ്ങൾ മാനവ സംസ്കാരത്തെ മുന്നോട്ട് നയിക്കുമെന്നാണ് അവർ കരുതുന്നത്. ഫലമോ ജനങ്ങൾ അധികം അക്രമാസക്തരും നിഷ്ഠൂരന്മാരുമാകുന്നു. ഇത് ഈ സ്റ്റേറ്റ്മെന്റ് നോക്കണമെന്നുണ്ടെങ്കിൽ, ഇത് ശരിയാണോ ഇല്ലെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ വായിച്ചാൽ മതി. ദിവസവും ഫ്രണ്ട് പേജിൽ എന്താ ന്യൂസ് വരുന്നത്? എല്ലാം തന്നെ ബാഡ് ന്യൂസ്. ഓക്കെ, ആരെങ്കിലും ആരെ കൊന്നു. കൊല്ലുന്ന ആരെയാണ്? സ്വന്തം അച്ഛൻ, അമ്മ, മകൻ, മകൾ. ഇതൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്, അല്ലേ? ഡ്രഗ് അഡിക്ട്സ്. അപ്പം മൃഗങ്ങളോടും മനുഷ്യരോടും കൂടുതൽ ക്രൂരത കാട്ടുന്നു. ക്രൂരതയാണോ അല്ലയോ? വെട്ടി മുറിച്ച് സൂട്ട് കേസിലാക്കി ഫ്രിഡ്ജിൽ വെച്ചു, അല്ലെന്നുണ്ടെങ്കിൽ വഴി കൊണ്ട് കളഞ്ഞു. ഇതൊക്കെയാണ് കേൾക്കുന്നത്. ഒരു മൃഗത്തിന്റെ അടുത്ത് ചെയ്യുന്നതിന് പോലും നമുക്ക് ബുദ്ധിമുട്ട്. ഒരു ചെറിയ ഒരു ഈച്ചയോ കൊതുകിനെ കൊല്ലുന്നത് ബുദ്ധിമുട്ടാണ് നമുക്ക്. മതയാണെന്നുണ്ടെങ്കിൽ പാറ്റ വന്നു കഴിഞ്ഞാൽ പറയും അതിനെ കൊല്ലാൻ എന്നെ കൊണ്ട് വയ്യാന്ന് പറയും. അപ്പോ അങ്ങനെയുള്ള മനസ്സ് വേണ്ട ആൾക്കാര് അവരുടെ സ്വന്തക്കാരെ പോലും ഒരു നിമിഷം പോലും ആലോചിക്കാതെ അതിക്രൂരമായിട്ട് കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റും നമുക്ക് അതേപോലെ അക്സെപ്റ്റ് ചെയ്യാം. അധികം അക്രമാസക്തരും നിഷ്ഠന്മാരും. ഒരു ചെറിയ കാര്യം മതി വഴക്കുണ്ടാകാനായിട്ട്, റോട്ടിൽ വഴക്കുണ്ടാകാനായിട്ട്, സ്കൂളില്, ഓഫീസില്, എല്ലാം തന്നെ. മൃഗങ്ങളോടും മനുഷ്യരോടും കൂടുതൽ ക്രൂരത കാട്ടുന്നു. അന്യോന്യം എങ്ങനെ പെരുമാറണമെന്ന് അവർക്ക് രൂപമില്ല. ഇതേ ശ്ലോകത്തിലാണ് പറഞ്ഞത്? പ്രവർത്തിഞ്ച് നിവൃത്തിഞ്ച. 6ാമത്തെ ശ്ലോകമാണെന്ന് തോന്നുന്നു. 7ാമത്തെ ശ്ലോകം. പ്രവർത്തിഞ്ച നിവൃത്തിഞ്ച ജനാ വിതുരാസുരാസു. എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല. അസുര സ്വഭാവികളുടെ ഇടയിലാണ് മൃഗഹിംസ മുന്നിട്ട് നിൽക്കുന്നത്. ഇക്കൂട്ടരെ ലോകവൈരികൾ എന്നാണ് കണക്കാക്കുന്നത്. കാരണം ഈ അസുരപ്രകൃതിക്കാർ ഒടുവിൽ സർവ്വസംഹാരിയായ ഒന്ന് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പം അസുര സ്വഭാവികളുടെ ഈ മൃഗഹിംസയെ പറ്റി പ്രഭുപാദ് പറയുന്നുണ്ട്, പലയിടത്തും പറയുന്നുണ്ട്. പ്രഭുപാദ് പറയും, നിങ്ങൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ദൗ ഷാൽ നോട്ട് കിൽ എന്ന് പറയുന്നു. പക്ഷെ നിങ്ങൾ ആ ഇൻസ്ട്രക്ഷൻ നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ല. എന്താ ചെയ്യുന്നത്? പോയിട്ട് കശാപ്പ് ശാലകള് നിങ്ങൾ ഓരോ കോണിലും സ്ഥാപിക്കുകയാണ്. മൃഗങ്ങളെ ഹിംസിക്കുന്നു. മൃഗഹിംസ പാടില്ല എന്ന് പറയാൻ കാര്യം എന്താ? നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് മൃഗഹിംസ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ദോഷം? എന്താണ്? നമ്മൾ ഭഗവാന്റെ അടുത്ത് പോയി പറയാറുണ്ട്, ഭഗവാനെ എൻ്റെ അടുത്ത് കരുണ കാട്ടണേ എന്ന് നമ്മൾ പറയാറുണ്ട്, ഇല്ലേ? അപ്പൊ നമ്മൾ യാചിക്കുന്നത് കരുണയാണ്. അപ്പൊ നമ്മൾ ഒരാളെ കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ദയ വേണ്ടേ? ദയ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളെ വെറുതെ വിടില്ലേ നമ്മള്? അതേപോലെയല്ലേ മൃഗങ്ങളാണെങ്കിൽ മനുഷ്യരാണെന്നുണ്ടെങ്കിൽ അത് ഒരു ജീവാത്മാവാണ്. അതിൻ്റെ അടുത്തുള്ള ദയ ആണ് അതിനെ കൊല്ലാതെ വിടുക എന്ന് പറയുന്നത്. അപ്പം മൃഗഹിംസ എന്ന് പറയുന്നത് നമ്മളിലുള്ള ദയയെ നശിപ്പിക്കുന്നതാണ്.
അതാണ് മാംസാഹാരം കഴിക്കുന്നതിന് പറയുന്നത്. നിങ്ങൾ മാംസാഹാരം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ദയ ക്രമേണയായിട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് മാംസാഹാരം ഉപേക്ഷിക്കൂ. ആൾക്കാർ പറയും, ഓ ഇത് എന്ത് കഴിക്കണം എന്ത് കഴിക്കരുത് എന്നുള്ളത് എൻ്റെ മൗലിക അവകാശമാണ്. പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നേരത്തെ പറഞ്ഞു എന്താണ് ഹോമോസേപ്പിയൻസ്, ബുദ്ധിയുള്ള ആൾക്കാരാണ്. ആ ബുദ്ധി എന്തിനാണ് ഉപയോഗിക്കേണ്ടത്? നമ്മുടെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കണം. അപ്പം ആലോചിക്കാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത് നമ്മുടെ ഭാവി, നമ്മുടെ ജസ്റ്റ് ഈ ജീവിതം എന്ന് പറയുന്നത് വെറും 100 വർഷമുള്ളതല്ല. അതിനുശേഷവും നമുക്ക് ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? മാം സഹ, മാം സഹ എന്താണ്? സഹ മാം. നമ്മള് ഒരാളെ കൊല്ലുമ്പോഴത്തേക്കും, ഒരു മൃഗത്തെ കൊല്ലുമ്പോഴത്തേക്കും നമ്മൾ പറയുന്നത് മാംസഹ, അതിന്റെ മാംസമാണ് നമ്മൾ കഴിക്കുന്നത് അല്ലേ? അപ്പം സഹ മാം ഖാദിഷ്യതി, അവൻ എന്നെ പിന്നീട് കഴിക്കും. അവൻ നമ്മൾ ആ അവസ്ഥയിൽ കൂടി കടന്നു പോകും. നമ്മളൊരു മൃഗമാകും, അതൊരു മനുഷ്യനാകും, അത് നമ്മളെ ഭക്ഷിക്കും. അതിനെപ്പറ്റി ആലോചിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ മാംസാഹാരം കഴിക്കുന്നതിൽ നിന്ന് മുക്തി നേടാനായിട്ട് സാധിക്കും. ഇതാണ് ബുദ്ധി എന്ന് പറയുന്നത്. ഓക്കെ. കാരണം ഈ അസുരപ്രകൃതിക്കാർ ഒടുവിൽ സർവസംഹാരിയായ ഒന്ന് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഉണ്ടാക്കും. ആധുനിക ലോകത്തിന്റെ വൻ നേട്ടമായി കരുതുന്ന അണ്വായുധത്തെക്കുറിച്ച് ഈ ശ്ലോകം പരോക്ഷമായി പ്രവചിച്ചിരിക്കുകയാണ്. ഏതൊരവസരത്തിലും മഹായുദ്ധം ഉണ്ടാകാം, അണ്വായുധങ്ങൾ നാശം വിതയ്ക്കാം. അവ ലോകസംഹാരത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കപ്പെട്ടവയാണ്. അതിവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പോ ലോകത്തില് സമാധാനത്തിനായിട്ട് കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രൈസ് ഏതാ? നോബൽ പീസ് പ്രൈസ്. നോബൽ പീസ് പ്രൈസ്. ഈ നോബൽ എന്ന് പറയുന്ന ആളാരാ അറിയോ? നോബൽ എന്തുകൊണ്ടാണ് അദ്ദേഹം ചെയ്തതെന്ന് അറിയോ? ആൽഫ്രഡ് നോബൽ എന്ന് പറയുന്നത് അദ്ദേഹം കണ്ടുപിടിച്ച ഒരു വസ്തു ഉണ്ട്, ഡൈനമൈറ്റ്. ഡൈനമൈറ്റ്. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം അത് കണ്ടുപിടിച്ചു. എന്നിട്ട് അതിന്റെ കണ്ടുപിടുത്തത്തിൽ നിന്ന് അദ്ദേഹത്തിന് ധാരാളം പൈസ കിട്ടി. പക്ഷേ അദ്ദേഹം നോക്കിയപ്പോഴത്തേക്കും അതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡിസ്ട്രക്ഷൻ, നാശം. एक साइंटिस्ट था अल्फ्रेड नोबेल, और उन्होंने डायनामाइट सुना है? डायनामाइट जो पत्थर से सब फाड़ने के लिए इसका इन्वेंट किया, और उस इन्वेंशन से उनको बहुत ज्यादा पैसा मिल गया, और उनको उस समय बहुत दुख भी हो गया कि मेरे ये इन्वेंशन जो मैंने वो सोसाइटी के भलाई के लिए, नाच के लिए उपयोग कर रहे हैं। इसलिए उसको बहुत दुख हो गया। उन्होंने कहा कि मैं एक जो व्यक्ति लोक समाधान के लिए काम करता है उसके लिए एक पुरस्कार दूंगा। ऐसे ही आता है नोबेल पीस प्राइज। ओके। तो सबसे बड़ा रिकॉग्निशन है, सबसे बड़ा रिकॉग्निशन है। मगर आजकल तो अमेरिकन प्रेसिडेंट लेता है हर साल। ओके। तो अब तो इसराइल और उनके आसपास के सब गांव युद्ध चल रहा है। रशिया और यूक्रेन के बीच में युद्ध चल रहा है। किसी समय ये जो अण्वायुध हैं, उसका एटम बॉम्ब है, हाइड्रोजन बॉम्ब है, क्या क्या बॉम्ब है मुझे मालूम नहीं है, इसका इस्तेमाल कभी एक व्यक्ति, असुर स्वभावी व्यक्ति है, उस 1 सेकंड के लिए सोचता है कि मैं उनको मार दूंगा। ओके। आगे आने वाले श्लोक में हम पढ़ेंगे आसुर स्वभाव में क्या क्या कैसे सोचते हैं, क्या सोचते हैं, भगवान क्लियरली बताते हैं। मैंने इसको मारा, इसको मारूंगा, और मैं इतना बन गया, ये बनूंगा,
ऐसे सब ऐसे सोचता है। तो किसी समय एक महायुद्ध हो सकता है, उसमें ये अण्वायुध का प्रयोग हो सकता है और लोकनाश जरूर आने वाला हो सकता है. ഈശ്വര വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് മനുഷ്യ സമൂഹം അത്തരമായുള്ള ആയുധങ്ങൾ കണ്ടുപിടിച്ചത്. ലോകക്ഷേമത്തിനോ സമാധാനത്തിനോ വേണ്ടിയല്ല തന്നെ. ഈശ്വര വിശ്വാസമില്ലാത്തവർ. ഈശ്വര വിശ്വാസമുള്ളവർ എന്താണ് ചിന്തിക്കുന്നത്? ഈശ്വര വിശ്വാസമുള്ള ആൾക്കാർ എന്ത് ചിന്തിക്കുന്നു? എല്ലാം ഭഗവാന്റെ കയ്യിലാണുള്ളത്. ഓക്കെ, എല്ലാം ഭഗവാനാണ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ മനുഷ്യ ശരീരം, എസ്പെഷ്യലി മനുഷ്യരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കണം, നമുക്ക് ഈ മനുഷ്യ ശരീരം കിട്ടിയിരിക്കുന്നത് എത്രമാത്രം എന്താണ് ഭാഗ്യമാണ്. അത് മനസ്സിലാക്കണം. കാര്യം 84 ലക്ഷം വിവിധ അവബോധ തലങ്ങളുണ്ട്, അഥവാ യോനികളുണ്ടെന്ന് പറയാം. ഓക്കെ, യോനികൾ അല്ലെങ്കിൽ ശരീരം ഉണ്ടെന്ന് പറയാം. അതിൽ വെറും 4 ലക്ഷം മാത്രമേ, എന്ന് വെച്ചാൽ 5% മാത്രമേ മനുഷ്യ ശരീരമുള്ളൂ. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്കറിയാം വെറും 5% ചാൻസ് ആണ് മനുഷ്യ ശരീരം കിട്ടാനായിട്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ അത് അങ്ങനെയല്ല. കാര്യം മനുഷ്യ ശരീരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും ആ താഴെയുള്ളതിലേക്ക് വീണ് കഴിഞ്ഞാൽ 15-ാം അധ്യായത്തില് 14-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, സത്വഗുണത്തിലുള്ള ആൾക്കാര് എങ്ങോട്ട് പോകുന്നു? അവര് ഉപരിലോകങ്ങളിലേക്ക് പോകുന്നു. തമോ ഗുണത്തിലുള്ള ആൾക്കാര് അധോലോകങ്ങളിലേക്ക് പോകുന്നു. അധോലോകങ്ങൾ അഥവാ താഴെയുള്ള ശരീരങ്ങൾ, അഥമ ശരീരങ്ങൾ എടുക്കുന്നു. രാജസ്വഭാവമുള്ളവര് ഇവിടെ ഭൂലോകങ്ങളിൽ കഴിയും. അപ്പോ ഇങ്ങനെയുള്ള മനുഷ്യ ജീവിതം നമുക്ക് കിട്ടുന്നത് വളരെ റെയർ ആയിട്ടാണ് കിട്ടുന്നത്. അതിൻ്റെ സതുപയോഗം ചെയ്യാനായിട്ട് സാധിക്കുന്നത് എപ്പോഴാണ്? മനുഷ്യ ശരീരം ഉള്ളപ്പോഴാണ്. അപ്പൊ അതില് നമുക്ക് ചെയ്യാവുന്നത് 2 ഗുണങ്ങളെ പറ്റിയാണ് പറയുന്നത്, അല്ലേ? ദൈവി ഗുണവും ആസുര ഗുണവും. ഇതിലേതാണ് നമ്മൾ വളർത്തേണ്ടത്? ദൈവീ ഗുണം. ദൈവീ ഗുണം എങ്ങനെ വളർത്താൻ സാധിക്കും? ദൈവീ ഗുണം വളർത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? മോക്ഷത്തിലേക്ക് നയിക്കുന്നു, അഥവാ ഭഗവാനെ പറ്റി അറിയാനായിട്ട് സാധിക്കും. തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദൈവീ ഗുണങ്ങൾ ഉണ്ടാവും, ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. അപ്പൊ ഏതാണ് ആദ്യം? കോഴിയാണോ മുട്ടയാണോ? ദൈവീ സ്വഭാവം നമ്മൾ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ഭഗവാനെ പറ്റി അറിയാം. ഭഗവാനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ ദൈവീ സ്വഭാവങ്ങൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. നമ്മൾ ഏത് ഭഗവാന്റെ സേവ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഗുണങ്ങൾ ഉണ്ടാവും. ഭഗവാന്റെ സേവ ചെയ്യുന്നത് എങ്ങനെയാണ്? ചൈതന്യ മഹാപ്രഭു നമുക്ക് എളുപ്പമായിട്ടുള്ള മാർഗം തന്നു. ഭഗവാന്റെ സേവ ചെയ്യാനായിട്ട് വളരെ സരളമായിട്ടുള്ള മാർഗം പറഞ്ഞു തന്നു. എന്താണ് ചെയ്യേണ്ടത്? ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുക. ഓക്കെ, ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ തിരുനാമങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ സേവയായി. പിന്നെ ഭഗവാൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ബുദ്ധി കൊണ്ട് ആരാധിക്കുക എന്നൊക്കെ പറഞ്ഞത്. എന്താണ് ചെയ്യേണ്ടത്? ഭഗവത്ഗീത ഭാഗവതം പഠിക്കുക. ഇതും ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും ഭാഗവതത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഭാഗവതത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്? ചൈതന്യ മഹാപ്രഭു ഭാഗവതത്തെ പറ്റി ഇത്ര സ്ട്രെസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ് കാര്യം എന്നറിയാമോ? ആലോചിച്ചിട്ടുണ്ടോ?
പ്രധാനപ്പെട്ട ഉദ്ദേശം എന്തായിരുന്നു? ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക. കാര്യം അതാണ് ധർമ്മ, യുഗധർമ്മം. कलयुग का युग धर्म होता है हरे हरिनाम संकीर्तन। और चैतन्य महाप्रभु ने कहा कि हर एक व्यक्ति को हरिनाम संकीर्तन करना है, यही युग धर्म है, इसका पालन करना है। यही था चैतन्य महाप्रभु का उद्देश्य, अवतार का उद्देश्य। चैतन्य महाप्रभु ने भागवत पढ़ने को कहा, क्यों? ഭക്തി ഉണ്ടാകാനായിട്ട്. ഭാഗവതം ഭക്തി തരും, മാതാജി പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഇതിന്റെ ഉത്തരം പറയും മാതാജി. എന്തുകൊണ്ട് ഭാഗവതം വായിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നു? ഭാഗവതം വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് ആർക്കാണെന്നുണ്ടെങ്കിലും ഇതിന്റെ ഉത്തരം അറിയാം. നാമസങ്കീർത്തനം, ഭാഗവതം എന്താണ് ബന്ധം? ഭാഗവതത്തിൽ ധാരാളം സംഭാഷണങ്ങളുണ്ട്. ഓ ഇല്ലയോ? എന്താണ്? ഭക്തന്മാര് ഭഗവാനെ കാണുന്നു, നേരിട്ട് കാണുന്നു, അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് ഭക്തന്മാര് തമ്മിൽ സംഭാഷണം ചെയ്യുന്നു. ഏതൊരു സംഭാഷണത്തിലാണെന്നുണ്ടെങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഭഗവാന്റെ നാമത്തിന്റെ പ്രാധാന്യം, അതിന്റെ സവിശേഷത. അപ്പം ചൈതന്യ മഹാപ്രഭു മാർക്കറ്റ് ചെയ്യാൻ നോക്കിയത് എന്താണ്? നാമസങ്കീർത്തനം. അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്ന ബുക്ക് ഏതാണ്? ഭാഗവതം. അതുകൊണ്ട് ഭാഗവതം വായിക്കൂ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ? കാര്യം ഭാഗവതത്തില് നോക്കൂ, ഇതില് തുടക്കത്തിൽ തന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഭഗവാന്റെ നാമത്തിന്റെ ഇതില് ആപന്ന സംസൃതിം ഘോരാം എന്നാമ വിവശോ ഗൃണൻ തത്സദ്യോ വിമുച്ചേത യദ്വേദി സ്വയം ഭയം. ഇതാണ് ഏകദേശം തുടക്കത്തിൽ വരുന്ന ശ്ലോകമാണിത്. ഏറ്റവും അതായത് ഈ സംസാര സാഗരത്തിൽ വന്നു കഴിഞ്ഞാൽ വിഷമിക്കുന്ന, ബുദ്ധിമുട്ടുന്ന ആൾക്കാര് എന്ത് ചെയ്യണം? ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കണം. നാമങ്ങൾ ഉച്ചരിച്ച് നാമങ്ങളുടെ പ്രാധാന്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ് നാമങ്ങളുടെ അത്? സ്വയം ഭയത്തിന്, ഭയം ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഭയം എന്ന് പറയുന്ന വ്യക്തി പേടിക്കുന്നത് എന്താണ്? ഭഗവാന്റെ നാമങ്ങളെയാണ്. ആ നാമങ്ങളെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിയുണ്ടോ? ഇല്ല. ഓക്കെ? അവസാനം എന്താ പറഞ്ഞിരിക്കുന്നത് ഭാഗവതത്തില്? അവസാനത്തെ ശ്ലോകം നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനഃ തം നമാമി ഹരിം പരം. യസ്യ നാമസങ്കീർത്തനം സർവപാപ പ്രണാശനം. ആരുടെ നാമസങ്കീർത്തനമാണോ എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നത്? जिस व्यक्ति का नाम संकीर्तन हमारे सर्व पापों का प्रनाशन करता है। दो चीज सुनिए इधर, ओके? समझिए। एक तो सर्व पाप, 10%, 20%, 50%, 99% नहीं, सर्व पाप. दूसरा है नाश नहीं है, प्रनाशन, पूरा। सर्व पाप पूरा नाश कर देगा। क्या? भगवान का नाम संकीर्तन. किसका नाम संकीर्तन? प्रणामो दुख शमना तम नमामि हरिम परम. जिसका नाम संकीर्तन हमारे पूरे पापों का पूरा सर्वनाश करता है, उस हरि को मैं नमस्कार करता हूं. ओके? तो चैतन्य महाप्रभु ने कहा नाम का उच्चार कीजिए, भगवत गीता भागवत पढ़िए, और जब होता है तो हमारा पाप नष्ट हो जाएगा. मगर उस समय हम और पाप करते हैं तो क्या हो जाएगा? जैसे एक बर्तन, उसमें कई होल्स हैं. होल्स के लिए क्या कहते हैं? छेद. ओके, छेद वाला बर्तन में पानी भरते हैं तो क्या हो जाएगा? कुछ नहीं हो जाएगा. जाएगा, उसी समय जाएगा. कुछ नहीं रखेगा. इसलिए हमें पाप और नहीं करना है. इसके लिए प्रभुपाद ने 4 उपदेश दिए हैं. क्या है? चार नियमों का पालन करना है. एक तो मांस नहीं खाना है,
दूसरा जो क्योंकि क्योंकि हमारे अंदर की दया चल जाएगी, मांस, हाँ, जुआ नहीं खेलना है, हाँ, उसमें हमारा सत्य, सत्य जाएगा, हाँ, जुआ खेलने पर। ओके, हाँ। और तीसरा था, हाँ, नशा, नशा, नशा नहीं, नशा में क्या हो जाएगा? ऑस्टिरिटी, तपस्या, हाँ हाँ, तब हमारी तपस्या, हमको तप करने के लिए हमको 16 माला करना है, हाँ? 2 खंडा चाहिए, हाँ? उस समय नशे में कैसे करूंगा? नहीं हो सकता है ना, हाँ, ऐसे, इसलिए नशा नहीं होना चाहिए। और 14 है परस्त्री संग। ओके, इससे हमारे ക്ലെൻലിനെസ്, ശുചിത്വം, ശുചിത്വം നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ 4 കാര്യങ്ങൾ, അപ്പം ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുക, ഭഗവത്ഗീത ഭാഗവതം പഠിക്കുക, 4 യമനിയമങ്ങളെ പാലിക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭക്തിയിലെത്താനായിട്ട് സാധിക്കും. പതുക്കെ പതുക്കെ ആയിട്ട് ദൈവീ ഗുണം കിട്ടും, നമുക്ക് ആസുര സ്വഭാവത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞിരിക്കുന്ന ഓരോ ഭീകരങ്ങളായിട്ടുള്ള ഭഗവാന്റെ പ്രസ്താവനകൾ ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തെ ബാധിക്കില്ല. നമ്മുടെ ജീവിതം, മനുഷ്യ ജീവിതം സഫലമായിട്ട് തീരും. ഓക്കെ, ഹരേ കൃഷ്ണ. Just one comment. ഇത്തരത്തിലുള്ള അസുരന്മാരുടെ ബിഹേവിയറും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ probably even Jagai Madhai would not do the kind of things that people do today. Just a comment. പ്രഭു, വെരി വെരി വാലിഡ് പോയിന്റ് പ്രഭു. വേറൊരു കാര്യം കൂടി എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ്, പ്രഭുപാദര് അമേരിക്കയിൽ എത്തിയപ്പോഴത്തേക്കും ആദ്യമായിട്ട് പ്രഭുപാദ് കൺവെർട്ട് ചെയ്ത ആരെയായിരുന്നു? ഹിപ്പീസ്. അവരെന്താ, എങ്ങനെയായിരുന്നു? എല്ലാവരും തന്നെ ലഹരിക്ക് അടിമയായിരുന്നു. അവര് ഈ പറയുന്ന 4 കാര്യങ്ങളും അവർക്കുണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞു, അതെല്ലാം തന്നെ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. പ്രഭുപാദരെ അനുസരിച്ച് അവരെല്ലാം തന്നെ അത് ഉപേക്ഷിച്ചിട്ടാണ് ഭക്തന്മാരായി, ശുദ്ധ ഭക്തന്മാരായി തീർന്നത്. പക്ഷേ ഇന്നത്തെ അറ്റ്ലീസ്റ്റ് കേരളത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെയുള്ള ആ സമൂഹത്തെക്കാളും എത്രയോ വളരെയധികം അപകടകരമായിട്ടുള്ള സ്ഥിതിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഓക്കെ, അപ്പം പ്രഭുപാദര് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കൂടെ ഇല്ല, പക്ഷെ പ്രഭുപാദരുടെ ഇൻസ്ട്രക്ഷൻസ് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യം ആ പ്രഭുപാദർ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ബാക്കിയുള്ളവരെ മനസ്സിലാക്കി അവരുടെ യഥാർത്ഥത്തിലുള്ള അറിവ് അവരിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രിയ സംതൃപ്തി അല്ല, മറിച്ച് ഈശ്വരനെ ആശ്രയിക്കുകയാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ സമൂഹത്തെ നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും. ഇത് പ്രഭുപാദരുടെ പ്രഭുപാദ അനുയായി എന്ന് പറയുന്ന ഓരോരുത്തരുടെയും ചുമതലയാണ്. ഹരേ കൃഷ്ണ. മധുരയിൽ ജനിച്ചിട്ട് ലീലകളെല്ലാം നിർത്തി പിന്നെ ദ്വാരകയിലേക്ക് വരാനുള്ള കാരണം, മധുരയിലായിരുന്നു അദ്ദേഹം ജനിക്കുന്ന, ലീലകൾ നിർത്തിയതും എല്ലാ കാര്യങ്ങളും. ദ്വാരക, ഗുജറാത്തിൽ വരാനുള്ള റീസൺ എന്തുകൊണ്ട് ദ്വാരക, എന്തുകൊണ്ട് ഇവിടെ കൽക്കട്ടയിൽ പോയില്ല എന്നുള്ളത് അല്ല, ഞാൻ ചോദിച്ചാണ് അല്ലെ, എന്തുകൊണ്ട് ദ്വാരകയിൽ പോയി, എന്തുകൊണ്ട് കൽക്കട്ടയിൽ പോയില്ല, അതാണോ ചോദ്യം? മധുരയിൽ ജനിച്ചു, അവിടെ ലീലകളെല്ലാം നടത്തി, വൃന്ദാവൻ ലീലകളും ചെറിയ പ്രായത്തിലുള്ള ലീലകളെല്ലാം അവിടെ നടത്തി. പക്ഷെ ഗുജറാത്തിലേക്ക് പോയിരുന്ന ദ്വാരകയിൽ അവിടെ കൊട്ടാരുണ്ടാക്കാനുള്ള ദൂരെ. സംസ്കൃതത്തിൽ ഒരു ന്യായം എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും ഒരു വലിയ കാര്യം ചുരുക്കി പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നതാണ് ന്യായം എന്ന് പറയുന്നത്. ഉദാഹരണം, അശോക വാടിക ന്യായം. ഓക്കെ, അതായത് രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോയി ലങ്കയിൽ കൊണ്ടുപോയി, എന്നിട്ട് അവിടെ അശോക വാടികയിലാണ് ഇരുത്തിയത്, ഇല്ലേ? അപ്പൊ ആൾക്കാർ ചോദിക്കും,
എന്തിനുണ്ട് അശോകവാടികയിൽ കൊണ്ടുപോയി? വേറെ എങ്ങും നിർത്തിയില്ലേ? അവിടെ കൊട്ടാരത്തിലാകായിരുന്നു, വേറെ എവിടെയെങ്കിലും ആകായിരുന്നു, ഇവിടെ ആകായിരുന്നു, അവിടെ ആകായിരുന്നു. എന്തുകൊണ്ട് അശോകവാടികയിൽ കൊണ്ടുപോയി? ഏത് സ്ഥലം ആകാമായിരുന്നു, പക്ഷെ കൊണ്ടുപോയത് അശോകവാടികയിലായിരുന്നു. ഓക്കെ, അതേപോലെ ഭഗവാന് ഇഷ്ടമുള്ള സ്ഥലത്ത് അദ്ദേഹം പോയി. എന്തുകൊണ്ട് ഗോകുലത്തിൽ നിന്ന് വൃന്ദാവനത്തിൽ പോയി? അവിടെ എത്രയോ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. വൃന്ദാവനം എന്താ ചൂസ് ചെയ്യാൻ കാര്യം? കാര്യം ഭഗവാന് വൃന്ദാവനം ഇഷ്ടമായിരുന്നു. ഓക്കെ, അതേപോലെ വൃന്ദാവനത്തിൽ നിന്ന് മധുരയ്ക്ക് പോയി, കാര്യം കംസനെ വധിക്കാനുണ്ടായിരുന്നു. അവിടെ നിന്ന് രായ്ക്ക് രാമാനം ദ്വാരക സൃഷ്ടിച്ചു. വിശ്വകർമാവിനെ കൊണ്ട് ആ ദ്വാരക നഗരം സൃഷ്ടിച്ചിട്ട് രായ്ക്ക് രാമാനം എല്ലാ മധുരവാസികളെയും അങ്ങോട്ട് മാറ്റി. എന്നിട്ട് ഭഗവാനും ബലരാമനും അവിടെ ചെന്നു. ഓക്കെ, കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാന് ദ്വാരക ഇഷ്ടമായിരുന്നു. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ഈ അടുത്ത ഒരു ലെക്ചറിൽ ഗോപാൽ പ്രഭു പറഞ്ഞിരുന്നു, സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡില് ഏത് വാക്കിനാണ് നമ്മൾ പ്രാധാന്യം, ഏതാണ് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? പേഴ്സൺ. ഭഗവാൻ ഒരു വ്യക്തിയാണ്. ഭഗവാൻ ഒരു വ്യക്തിയാണെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ വിധത്തിലുള്ള ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒരു വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ട് അതിഷ്ടം ഇതിഷ്ടമില്ല എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഭഗവാന്റെ ഇഷ്ടം ദ്വാരകയാണ്. വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. നമ്മള് കാർത്തിക മാസത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും പറയുന്ന ഒരു കാര്യമാണ് ഭഗവാന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓർമ്മയുണ്ടോ? മാസങ്ങളിൽ കാർത്തിക, അത് എളുപ്പം പറയാം. തിഥികളില് ഏകാദശി, സസ്യങ്ങളിലെ ചെടികളില് തുളസി, പിന്നെ ധാമങ്ങളിൽ മധുര, ഗോകുലം, വൃന്ദാവൻ. ദ്വാരകയാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഭഗവാൻ ദ്വാരകയാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവാന് ദ്വാരകയാണ് ഇഷ്ടം. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദ്വാരകയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതെടുത്ത് ഇവിടെ പറഞ്ഞെന്നേ ഉള്ളൂ, എനിക്കറിയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭഗവാന്റെ അടുത്ത് ചോദിക്കുക. ഭഗവാൻ എന്തുകൊണ്ട് ചെയ്തു? ഭഗവാൻ മയിൽപ്പീലി ചൂടി. എന്തുകൊണ്ട് മയിൽപ്പീലി ചൂടി? ഭഗവാന്റെ ഇഷ്ടമാണ്. എന്തുകൊണ്ട് മഞ്ഞ പട്ടെടുക്കുന്നു, നീല പട്ടെടുക്കുന്നില്ല, അല്ലെ ചുവന്ന പട്ടെടുക്കുന്നില്ല? ഭഗവാൻ ഒരു വ്യക്തിയാണ്, ഭഗവാന്റെ സ്വാതന്ത്ര്യമാണത്. ഇഷ്ടം കാണും, അനിഷ്ടം കാണും. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഭഗവാൻ ഒരു വ്യക്തിയാണെന്ന് പറയുമ്പോഴത്തേക്കും വ്യക്തിത്വം, അതിലാണ് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും വരുന്നത്. ഭഗവാൻ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം പറയൂ. ഭഗവാൻ ഇഷ്ടമില്ലാത്ത കാര്യം ഭക്തന്മാരുടെ അഹങ്കാരം ഭഗവാൻ ഇഷ്ടമില്ല. കേട്ടു, ആരെങ്കിലും ഒന്ന് വെച്ചാൽ പറയും. ജരാസന്ധനെ കൊല്ലാനായിട്ട് ഭഗവാൻ ഇഷ്ടമില്ല. ഭഗവാൻ ഇഷ്ടമില്ലായിരുന്നു എന്നല്ല വെച്ച് കഴിഞ്ഞാല് ജരാസന്ധനെ കൊല്ലാനായിട്ടോ? ജരാസന്ധന്റെ ആക്രമണം ഭയന്ന് ഭഗവാൻ മധുരയിൽ നിന്ന് ഓടിപ്പോവാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നു, ഓക്കെ 18 യുദ്ധങ്ങളായി എനിക്ക് മതിയായി, ഞാൻ ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ബാക്കിയൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ബൈ ബൈ ടു മധുര. അതുകൊണ്ടാണ് യുദ്ധത്തിൽ നിന്ന് ഓടിപ്പോകുന്നത് ഭഗവാൻ. കാര്യം ജരാസന്ധനെ ഭഗവാനെ ഈസി ആയിട്ട് കൊല്ലാമായിരുന്നു. ആദ്യത്തെ യുദ്ധത്തിൽ തന്നെ പിടിച്ചു കിട്ടിയതാണ്. പക്ഷേ ജരാസന്ധനെ കൊല്ലേണ്ട ആളാരാണ്? ഭീമനാണ്. അതുകൊണ്ട് ഭഗവാൻ വെറുതെ വിട്ടു. അത്രയേ ഉള്ളൂ. അപ്പൊ ഉദ്ധവര് വരുന്നത് ദ്വാരകയിൽ നിന്നാണ്. മധുരയില് നമ്മുടെ കൃഷ്ണനെ കാണാൻ വരുന്നത് ഉദ്ധവർ ദ്വാരകയിൽ നിന്ന്. അപ്പൊ അതിൽ എഴുതിയിരിക്കുന്നത് ഈസ് ബ്രദർ ഓഫ് ഇതില് വസുദേവന്റെ ബ്രദറിന്റെ മോനാണ് ഉദ്ധവ്. അപ്പൊ അദ്ദേഹം വരുന്നത് ദ്വാരകയിൽ നിന്ന്. അപ്പൊ ഈ അതിൽ എഴുതിയിരിക്കുന്നത് ഹോൾ കൃഷ്ണവംശം. അപ്പൊ ഓക്കെ,
എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ്. ഏതായാലും ഭഗവാൻ ഒരു പുതിയ സിറ്റി നിർമ്മിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. കൃഷ്ണ വെച്ചത് ഭഗവാന്റെ വംശം. എല്ലാം പല പേരുണ്ട് പ്രഭു, പല പേരുണ്ട്. ഇപ്പം രാമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? ഏത് രഘുവംശം എന്ന് പറയും, വിശ്വാഖവംശം എന്ന് പറയും, ഇല്ലേ, സൂര്യവംശം എന്ന് പറയും. ഇതൊക്കെ ഭഗവാന്റെ ഓരോ മുതിർന്ന ആൾക്കാരുടെ ഇതാണ്. യുവസ്വാനാണ് സൂര്യൻ, അതുകൊണ്ട് സൂര്യവംശം എന്ന് പറയും. അദ്ദേഹത്തിന്റെ മകനാണ് വിശ്വാഖവംശം എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് എത്രയോ ഇത് കഴിയുമ്പോഴാണ് ദിലീപന്റെ മകനായിട്ട് രഘു വരും, അതുകൊണ്ട് രാഘവൻ എന്ന് പറയും. അങ്ങനെ ഒരു അതെ. आप हिंदी में बोलेंगे तो अच्छा रहेगा। क्या करूं माता जी, अलग हिंदी क्लास होना था मगर आज कोई स्पीकर नहीं था, इसलिए मैं इतने छोटे समय में दोनों मलयालम और हिंदी बोलने के मैंने वादा किया था मगर नहीं कर पाया, क्षम्यता। तो मेरा क्वेश्चन है कि जो हम ध्यान करते हैं, मेडिटेशन करते हैं, तो क्या उस समय हम कृष्णा ध्यान करते हैं या और जो थॉट्स आते हैं उसको एलिमिनेट करने के लिए क्या करना चाहिए? अभ्यास को बढ़ाना चाहिए, क्या करना चाहिए? आप ध्यान करते हैं? कौन सा ऐसे मेडिटेशन करते हैं? हम उसके बारे में मैं नहीं जानता, क्योंकि मैं एक अलग मेथड फॉलो करता हूँ। ओके, हम तो भगवान का नाम का उच्चार करते हैं। ओके, भगवान का नाम का उच्चार करते हैं और हर एक अक्षर ठीक तरह से प्रोनाउंस करते हैं और वो सुनने की कोशिश करते हैं। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। इस समय हमें मेडिटेशन ऑटोमेटिकली हो जाते हैं। 16 माला का क्या मीनिंग है? 16 माला क्यों करना है? एक्चुअली सत्य कहो, भगवान का निर्देश है सततम कीर्तयन्तो माम, 24 घंटे भगवान का कीर्तन करना है। ये कहा तो कौन कर सकता है? कोई नहीं कर सकता। और हमारे आचार्यों ने हमें बताया कि 64 माला करना है। प्रभुपाद जब पाश्चात्य देश गए, यूएस गए, पहले उनके शिष्य थे, उनसे कहा कि 64 माला करना है। वो मुख देख के और कहा कि प्रभुपाद हम नहीं कर सकते हैं। 64 माला करने के लिए कम से कम 8-10 खंड चाहिए। ओके, ये नहीं कर सकते। प्रभुपाद ने कहा तो तुम 32 कीजिए, ये भी नहीं हो सकता। प्रभुपाद ने कहा ओके, मैं समझ सकता हूं, कम से कम 16। क्या कहा? 16 नहीं, कम से कम 16। ओके, क्योंकि कोई भी व्यक्ति ये चैंटिंग में ज्यादा समय नहीं कर सकता। और प्रभुपाद ने क्या किया? मन तो भगवान में लगाना है, तो इसलिए भगवान ने कई सेवाएं बताई हैं। डेटी सेवा है, डेटी सेवा है, कुकिंग सेवा है, प्रसाद खाने की सेवा है, प्रसाद डिस्ट्रीब्यूट करने की सेवा है, पुस्तक डिस्ट्रीब्यूट करने की सेवा है, और दूसरे लोगों को मिलके इधर काम तो इधर चलता है, प्रीचिंग काम इधर, बाहर जाके कर सकते हैं ना, नगर में संकीर्तन कर सकते हैं ना। ऐसे कई कई सेवाएं प्रभुपाद ने हमें दिया। ओके, तो इसलिए उन्होंने ये चैंटिंग का समय तो छोटा कर दिया है, कम से कम 16 माला कीजिए। और इसके लिए शायद 1-2 खंडा कम से कम चाहिए। उस समय हम सीरियसली मेडिटेशन होता है। ओके, भगवान का वो नाम सुनते हैं और वो गाते हैं, इससे हमें
इस दोनों से एक तीसरा चीज ऑटोमेटिकली मिल जाता है, वो क्या है? भगवान का याद। भक्ति के पहले 3 स्टेप्स होते हैं, श्रवणम, कीर्तनम, स्मरणम। कहे तो कीर्तन पहले होता है, उससे श्रवण होता है, और इन दोनों कंटिन्यूस करते क्या मिल जाता है? स्मरणम, याद आता है, भगवान का याद आता है। ये 3 भगवान के 9 विधा भक्ति हैं, 9 मार्ग हैं। उसमें पहला 3 है श्रवणम, कीर्तनम, स्मरणम। ओके, तो हम ऐसे मेडिटेशन करते हैं। मैं मेडिटेशन के बारे में कहने के लिए मैं योग्य नहीं हूं, इसलिए मैं नहीं कर सकता। मैंने सुना है कि ये जो उसका ओरिजिनल भागवत में जो कहा है, किस पर ध्यान रहना है, आप क्या करती हैं, किस पर ध्यान रहती है? दिए पर। ओके, सोचती है कि दिए पर ध्यान करने की कोशिश करते हैं इधर। ओके ओके ओके। तीसरे स्कंद में भगवान कपिल देव अपने माँ देवहूति को योग पद्धति बताते हैं। उसमें सुव्यक्त कहा है कि चतुर्भुज नारायण विष्णु के रूप पर ध्यान करना है। यही आप अष्टांग योग में ध्यान, धारणा, समाधि आती है ना, उस ध्यान किस पर आते हैं? चतुर्भुज नारायण के ऊपर। मगर आजकल जो योगा पढ़ाते हैं वो सब छोड़ देते हैं। क्यों? क्योंकि हमको सबके लिए है ना, ये चतुर्भुज नारायण का तो हिंदू के लिए है, योगा हिंदू के लिए है, क्रिश्चियन को नहीं है, मुस्लिम को नहीं है, ये क्वेश्चन आता है, इसलिए वो छोड़ देते हैं और कहते हैं ओके तुम दिया पर देखो। मगर जो मैंने पढ़ा है भागवत से, जिस पर हमारा ध्यान होना चाहिए, चतुर्भुज नारायण के रूप में। क्या माता जी? हरे कृष्ण। हरे कृष्ण। प्रभु हम थोड़ी थोड़ी काര്യം പറഞ്ഞോട്ടെ? ഓ, हरे कृष्ण माता जी, भगवत गीता में 10th चैप्टर 25th श्लोक में भगवान एक बोला है, एक मुझे एक जरा so many actually एक वास्तविक एक नहीं था, so many एक है, उसके बड़ा है जब ना इसके ऊपर है। अब एक काउंट करके भगवान के सामने एक प्रतिज्ञा करके, 1 माला, 2 माला, 3 माला, 4 माला, ऐसा हम भगवान के सामने प्रतिज्ञा करके करेंगे तो ये यज्ञ होता है। यज्ञ सबसे बड़ा है, अश्वमेध यज्ञ, वाजपेयी यज्ञ, ऐसा कॉम्बिनेशन है। तो इसमें एक बड़ा यज्ञ है जब तो प्रभुपाद ने हमको हमारा आचार्य पूरा एक जगह करने के लिए इंस्ट्रक्शन किया है। हरे कृष्ण। यज्ञानां जप यज्ञोस्मि। Actually, as a generation involves, that is, for other generation gap 10 years, 20 years of paramedics. Almost 5 years then they have a generation gap. അപ്പോഴേക്കും കുട്ടികൾ അതിൻ്റെതായ ഭയങ്കര വ്യത്യാസമാണ് 5 years before പോലെയല്ല ഇപ്പോൾ. സോ മെയിനായിട്ട് ഡെമോണിക് ക്വാളിറ്റീസ് ആണ് കൂടുതലായിട്ട് അവർക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും എല്ലാ കാര്യങ്ങളും പൊളിറ്റീഷ്യൻസ് ആകട്ടെ എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ഗോപാൽ സ്കൂൾ ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ വലിയ നല്ല കാര്യമാണ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഡെമോണിക് ക്വാളിറ്റികളൊക്കെ നമ്മൾ പെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ എടുക്കുമൊന്നുമില്ല. നമ്മള് വെരി ഈസി തോന്നാറുണ്ട്. നമ്മൾ എന്താ ചെയ്യുന്നത്? എൻ്റെ ശിക്ഷാഗുരു പറഞ്ഞ ഒരു വാചകമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നമുക്ക് ഒരാളെ എന്തെങ്കിലും പരിവർത്തനം വരുത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അത് സ്നേഹത്തിൽ കൂടെയാണ്. ഓക്കെ, ഭഗവാൻ നമ്മുടെ അടുത്ത് എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ?
നമ്മൾ ഇത്രയും വലിയ ഇവിടെ ഇരുന്നിട്ട് വലിയ വലിയ കാര്യങ്ങൾ പറയാണ് അല്ലേ? പക്ഷെ ഒന്ന് ആലോചിക്കുക, നമ്മുടെ എത്ര ജന്മം കഴിഞ്ഞു? എത്ര ജന്മം കഴിഞ്ഞു? हमको पता नहीं है कि कितना जन्म हो गया। हाँ, और इधर बैठ के हम बड़े बड़े बात कर रहे हैं अब, मगर हम नहीं जानते हैं कि कितने जन्म हो गया, बिलियंस एंड बिलियंस। और इस जन्मों में भगवान क्या करते थे? हर शरीर में भगवान हमारे साथ थे, हमारे हृदय में भगवान हमारे साथ बैठे थे। हमारे आत्मा ये 84 लाख में किसी भी शरीर मिल गया, उस शरीर में भी भगवान आते थे। जैसे वर्म इन द स्टूल, अमेठी में एक कीड़ा हो के മലത്തിലെ കൃമിയാണെങ്കിൽ പോലും ആ ശരീരത്തിലും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഭഗവാൻ പറഞ്ഞല്ലേ, ഈ വൃത്തിയുടെ സ്ഥലത്ത് ഞാൻ വരില്ല എന്ന് ഭഗവാൻ പറഞ്ഞോ? ഇല്ല. കാര്യം ഭഗവാൻ അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ സമയത്തും, ഓരോ നിമിഷവും ഭഗവാൻ പറയുന്നു, എന്നെ നോക്കൂ, ഞാൻ പറയുന്ന കേൾക്കൂ, ഞാൻ പറയുന്ന കേൾക്കൂ, ഞാൻ പറയുന്ന കേൾക്കൂ, എന്നെ നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. मुझे देखो, मेरे और देखो, जो मैं कहता हूँ वो सुनो सुनो। और हमने कभी नहीं सुना। और इतना तकलीफ लेने के बाद हम इस पोजीशन में पहुंच गए हैं। क्यों? भगवान इतना हमें प्यार करते हैं। ऐसे ही इतना कठिनाई के बाद भगवान ने हमें चेंज किया है। इसलिए हमको नहीं सोचना है कि वो ये आसुरी प्रकृति है तो उसको छोड़ दो, नहीं। हमको വൈഷ്ണവ കാരുണ്യം എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളിലുള്ളതാണ്, ജീവതയാ. ഓക്കെ, അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. ഇവർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഇവരിങ്ങനെ പ്രവൃത്തി ചെയ്യുന്നത്. അതുകൊണ്ട് ആ കരുണ നമ്മൾ കാണിച്ചോണ്ടേ ഇരിക്കുക, അവരെങ്ങനെ വന്നു കഴിഞ്ഞാൽ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, കാലത്തിന്റെ പ്രഭാവമാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാലത്തിന്റെ പ്രഭാവം അത് അതിന്റെ വഴിക്ക് പോവും. നമ്മൾ ചെയ്യേണ്ടത് അവരിൽ കരുണ കാണിക്കുക എന്നുള്ളതാണ്. കുറഞ്ഞത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം പ്രസാദം കൊടുക്കുക. വേറെ ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തല കയറില്ല എന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ പ്രസാദാണെന്നൊന്നും പറഞ്ഞു കൊടുക്കരുത്. ദദാതി പ്രതിഗ്രഹണാതി, പ്രതിഗ്രഹണാതി വേണ്ട, ദദാതി മാത്രം. മാതാജി പറയാൻ പോകുന്നത് എനിക്കറിയാം, സമയത്ത് നിർത്തണം ക്ലാസ് എന്നുള്ളതാണ്. This demonic character start from womb. Yes, yes. ഈ അമ്മ കുഞ്ഞിനെ വയറ്റിൽ കിടക്കും മുതൽ കാണുന്ന ടിവിയും അതിന്റെ സൗണ്ട്, പിന്നെ ഹൊറർ മൂവീസും എല്ലാം തന്നെ all the vibrations from medias, it affects that womb. Then automatically this baby, that fetus absorbs that sounds and all these characters 100%. When the child birth, he doesn't know anything, but after 1 year, 2 years, how this character development happens, nobody knows. It all comes from womb. So that's why जब भी माँ प्रेग्नेंट होती है तब से शुरू करना है भागवत पठन और भगवत गीता पठन और ध्यान करना और कीर्तन सुनना और कीर्तन करना, ये सब करना है. So from that seed itself, the child will develop good qualities. Hare Krishna. Thank you. അവരുടെ അച്ഛനമ്മമാർക്ക് നമ്മൾ കുട്ടികളുണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവരെ പോയി എങ്ങനെയെങ്കിലും അവർക്ക് നല്ല പറഞ്ഞു കൊടുക്കുക. ഓക്കെ, നല്ലൊരു ക്ലാസ് എടുത്ത ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ